ഓൺ എനർജിയിലൊരു നമസ്കാരം. ഹലോ, ശാലിനിയാണ്. ക്ലബ് എഫ്എമ്മിലെ സ്റ്റാർ ജാമിന്റെ സമയം. എല്ലാ തവണയും സ്റ്റാർ ജാമിൽ എൻ്റെ അടുത്തൊരു ഗസ്റ്റ് വരുമ്പോൾ ആ ഗസ്റ്റിന് ഒരു വിശേഷണം കൊടുക്കാനായിട്ട് ഞാനിങ്ങനെ തല്ല പുകഞ്ഞ് ആലോചിക്കും കേട്ടോ. ഞാനിങ്ങനെ പെട്ടെന്ന് ഇങ്ങനെ കുറെ നേരം ആലോചിച്ച് പേശോ, മലയാളത്തിന്റെ ആക്ഷൻ കിങ് എന്ന് വിളിക്കാം, പവർ സ്റ്റാർ എന്ന് വിളിക്കാം. ആള് മുന്നിലെത്തിയപ്പോൾ ഞാനിതൊക്കെ സത്യം പറഞ്ഞാൽ മറന്നുപോയി. ഞാൻ ആദ്യം തന്നെ നോക്കിയത് ഹൈറ്റാണ്. ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമില് എന്റെ കൂടെ ഉള്ളത് ഈ പറഞ്ഞ വിശേഷണങ്ങൾ തന്നെ ആദ്യം പറയാം അല്ലേ. മലയാളത്തിന്റെ ആക്ഷൻ കിങ് എല്ലാം പോരട്ടെ, ഓരോന്നായിട്ട് പോട്ടെ. 3 മണിക്കൂർ ഇരിക്കല്ലേ ഇത്. ശരി, സാക്ഷാൽ ബാബു ആന്റണി. ബാബു ചേട്ടാ, വെൽക്കം ടു മൈ ഷോ. താങ്ക് യു സോ മച്ച്. ഇനി പറയൂ, ഹൈറ്റ് എത്രയുണ്ട്? 6.3. ഞാൻ ഈ സ്റ്റുഡിയോ ഇങ്ങനെ കയറി വന്നപ്പോഴേക്കും ഓടി വന്ന് ഞാൻ ചെയറിലിരുന്ന് എന്തിനാണെന്നറിയോ? എനിക്ക് എന്നെ നടക്കണായിട്ട് അടുത്ത് നിൽക്കാനായിട്ട് ഞാൻ ഓടി വന്ന് ഇരുന്ന്. അതുകൊണ്ടല്ലോ ഞാൻ 5'3" കഷ്ടിയുള്ളൂ. വ്യത്യാസമുള്ളൂ. ബാബു ചേട്ടനെ ഇതിനു മുന്നേ ഞാൻ പല പ്രാവശ്യം ഇന്റർവ്യൂവിന് വേണ്ടിയിട്ട് ശ്രമിച്ചിട്ടുണ്ട് കേട്ടോ. പക്ഷെ ഓരോ തവണ ഞാൻ ട്രൈ ചെയ്യുമ്പോഴും 1-2 ദിവസത്തേക്ക് ഇന്ത്യയിൽ വന്നു പോകുന്ന ആള് എന്നുള്ളൊരു ടാഗ് ഇപ്പൊ എന്റെ തലയിലുണ്ട്. ഇന്നും ഈ ഇന്റർവ്യൂ കഴിഞ്ഞിട്ട് രാത്രി പോണം അല്ലേ? ഇന്ന് രാത്രി പോവാണ്. എന്താ ഇങ്ങനെ ഓടിച്ചാടി വരുന്നത്? വർക്ക് അനുസരിച്ച് പെട്ടെന്ന് വന്ന് വർക്ക് ചെയ്തിട്ട് പോവാന്നുള്ളൊരു അംഗം കഴിഞ്ഞാൽ പിന്നെ അംഗത്തട്ടി നിൽക്കാൻ പാടില്ലെന്നല്ലേ. പിന്നെ ചില സിനിമകള് ചിലപ്പോ 15 ദിവസം 20 ദിവസം ഒക്കെ വർക്ക് ചെയ്തിട്ട് പോകാറുണ്ട്. ഇപ്പൊ എത്ര ദിവസത്തേക്കാ വന്നിരുന്നത്? ഇപ്പൊ ഞാനൊരു 5 ദിവസം 1 ഡേ ഷൂട്ട് ചെയ്തു, ഫ്യൂ അവേഴ്സ് ഡബ് ചെയ്തു, പിന്നെ നമ്മുടെ ഹോം ടൗൺ പൊൻകുന്നത്തൊന്ന് പോയി അവിടെ കുറച്ച് പേപ്പർ വർക്ക് ചെയ്യാനുണ്ടായിരുന്നു. പിന്നെ തിരിച്ചു വന്ന് രാത്രി പോവാണ്. എല്ലായിടത്തും തല കാണിച്ചു, ഞാൻ എത്തിയിട്ടുണ്ടെന്ന് അറിയിച്ചു, പോവാണ്. അതെ. നിവിൻ പോളി നായകനായിട്ടുള്ള മിഖായിൽ എന്ന് പറഞ്ഞ ഷൂട്ടിങ്ങുമായിട്ട് ബന്ധപ്പെട്ട് വന്നതാണ്. അതെ, മിഖായിലിനകത്ത് ഞാനൊരു ഗസ്റ്റ് അപ്പിയറൻസ് ചെയ്യുന്നു. അപ്പൊ ആ ഒരു ക്യാരക്ടർ നമ്മൾ തന്നെ ചെയ്താൽ നന്നാവും എന്ന് പ്രൊഡ്യൂസർ ആൻഡ്രൂ ജോസഫും ഡയറക്ടറും എല്ലാവരും പറഞ്ഞു. അത് ഞാൻ ചോദിച്ചു, ഞാൻ തന്നെ വേണം, ഇത്രയും ദൂരെ വന്നു. അപ്പൊ നിവിനും പറഞ്ഞു തീർച്ചയായിട്ടും മിഖായിൽ ഈ വേഷം ബാബുച്ചേട്ടൻ ചെയ്യണം, എന്നാലേ അത് ശരിയാവുള്ളൂ. ഇപ്പൊ US നാട്ടിൽ വന്നൊരു സിനിമ ചെയ്യാൻ പറഞ്ഞ ചിലർ കാര്യമൊന്നുമല്ല അല്ലെ. അപ്പൊ എന്ത് കൈൻഡ് ഓഫ് റോള് കിട്ടുമ്പോൾ അട്രാക്റ്റഡ് ആവുക അങ്ങോട്ട് വരാനായിട്ട്? അതുപോലെ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ റോളുകൾ, അതുപോലെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള റോളുകൾ കിട്ടുമ്പോൾ കൊച്ചുണ്ണിയിലെ തങ്ങൾ, അതുപോലെ തന്നെ എസ്രക്കാസെ ജൂതൻ, അതുപോലെ ഗ്രാൻഡ് മാസ്റ്ററിനകത്ത് അത് എന്തെങ്കിലും ചെയ്യാൻ പറ്റിയ, ഇപ്പൊ അതിൽ നിന്നും കുറച്ച് മുന്നോട്ട് പോകാൻ ഞാൻ ആഗ്രഹിക്കുന്നു. ഇപ്പൊ നായക വേഷം ഉള്ള സംഭവങ്ങൾ ഇനി ഞാൻ ചെയ്യുള്ളൂ. വില്ലൻ ആണെങ്കിൽ തന്നെ നായകന് ഈക്വലായിട്ട് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള വില്ലൻ കട്ടക്ക് നിൽക്കണം. അതെ, അങ്ങനെയുള്ള പടങ്ങൾ ഇനി ഞാൻ ചെയ്യുന്നുള്ളൂ. കാരണം ഇത്ര നാളും ഓൾമോസ്റ്റ് 32 years I've been adjusting, doing this and that. Now I come to a stage where I need to upgrade myself in all aspects, money wise, character wise, movie wise, everything, because I don't want to spend too much time away from a family. ഇപ്പൊ ഇഷ്ടം പോലെ സ്ക്രിപ്റ്റ് വരുന്നുണ്ടാവുമല്ലോ അല്ലെ? ഇഷ്ടം പോലെ വരുന്നുണ്ട്. വളരെ പ്രോമിനന്റ് ആയിട്ടുള്ള പല സിനിമകളിലും പ്രോമിനന്റ് ആയിട്ടുള്ള റോള് ചെയ്തിട്ടുണ്ട്. അപ്പൊ വളരെ ചൂസി ആയിട്ട് ചെയ്താൽ മാത്രമേ അങ്ങനെ നമുക്ക് സ്ക്രിപ്റ്റ് എടുക്കാനും പറ്റുള്ളൂ. ഒരു 10 വന്ന ഒരു 2 നല്ല എടുക്കും. അതെ, തീർച്ചയായിട്ടും. എന്താ അപ്പൊ അവരോട് പറയാ വരുന്നവരോടൊക്കെ? ആദ്യം നമ്മൾ സ്റ്റോറി 1 line കേൾക്കും. അത് ഇംപ്രസീവ് ആയിട്ട് തോന്നിക്കഴിഞ്ഞാലേ ഞാൻ സ്ക്രിപ്റ്റ് ചോദിക്കുള്ളൂ. പിന്നെ ഈ ഇവരുടെ ഒരു വേ ഓഫ് ടോക്കിംഗ്, അവരുടെ ഒരു എന്തൂസിയാസം, അപ്പൊ അതിൽ നിന്ന് നമുക്ക് അവർക്ക് എന്തൊക്കെ അറിയാം, എന്തൊക്കെ ചെയ്യാൻ പറ്റും, അവരുടെ എക്സ്പീരിയൻസ്, അതുപോലെ അവർ ആരുടെ കൂടെ വർക്ക് ചെയ്തു, ഈ ഡയറക്ടർക്ക് പുതിയ ആൾക്കാരൊക്കെ വിളിക്കുമ്പോഴേ ബേസിക്കലി ഒരു കോമൺ സെൻസ് ഒക്കെ വെച്ചൊരു ജഡ്ജ്മെന്റ് ആണത്. നമുക്കൊന്നും പ്രെഡിക്റ്റ് ചെയ്യാൻ പറ്റത്തില്ല. ഇറ്റ്സ് ആഫ്റ്റർ ഓൾ സിനിമ. മിഖായേൽ സിനിമയില് എന്ത് പറഞ്ഞപ്പോഴും അതിൽ എന്നാ പിന്നെ ആ സിനിമയില് റോള് ചെയ്തേക്കാം. എനിക്ക് റോൾ എന്താന്നുള്ള കാര്യം അറിയാം, ഞാൻ പറയണോ? പറയാൻ കുഴപ്പമില്ല. കാരണം നിബിന്റെ ഫാദർ ആയിട്ടാണ് ഞാൻ അഭിനയിക്കുന്നത്. അപ്പം അതിനകത്ത് നിബിനെ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യുന്നുണ്ട് ചെറുപ്പത്തിൽ. അപ്പൊ ആ മാർഷൽ ആർട്സ് ട്രെയിൻ ചെയ്യാനായിട്ട് എന്റെ ഒരു ഇമേജ് ഉള്ള ഒരു ആളെയാണ് അവർക്ക് ആവശ്യം. മലയാളികൾക്ക് മാർഷൽ ആർട്സ് എന്ന് പറഞ്ഞ ഒറ്റ പേര് ഓർമ്മ വരുള്ളൂ. മലയാള സിനിമയിൽ ഒരാളുടെ മുഖം ഓർമ്മ വരുള്ളൂ. അതും കൂടി ആയിരിക്കും അല്ലേ? തീർച്ചയായിട്ടും. അപ്പൊ അത് നമ്മൾ ചെയ്താൽ നന്നായിരിക്കും എന്നുള്ളൊരു സംഭവം ഉണ്ട്. അങ്ങനെ മിഖായേൽ എന്ന് പറഞ്ഞ സിനിമയില് നിവിന്റെ അച്ഛനായി. അതെ. ഒരു കാര്യം ചെയ്യാം, നമ്മള് ഷോ തുടങ്ങിയിട്ടല്ലേ ഉള്ളൂ. നിങ്ങൾ രണ്ടുപേരും കൂടി തകർത്ത് അഭിനയിച്ച വേറൊരു സിനിമ ഉണ്ടല്ലോ, കായംകുളം കൊച്ചുണ്ണി. അതിലെ പാട്ടോടുകൂടി തുടങ്ങിയാലോ? തീർച്ചയായിട്ടും. എല്ലാ മനുഷ്യർക്കും ആഗ്രഹങ്ങൾ ഉണ്ടാവും. പക്ഷെ ഒരാളെ കണ്ടിട്ട് അതുപോലെ ആയി തീരുക എന്ന ആഗ്രഹം എത്ര പേർക്ക് ഉണ്ടാവും? ദേ ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റിന് അങ്ങനെ ഒരു ആഗ്രഹം ഉണ്ട് കേട്ടോ. ഞാൻ ശാലിനിയാണ്. ഞാൻ കേട്ടിട്ടുണ്ട് അമിതാഭ് ബച്ചനെ പോലെ ആവാനായിട്ട് ആഗ്രഹിച്ചൊരു 6 അടി പൊക്കക്കാരനായിരുന്നു സാക്ഷാൽ ബാബു ആന്റണി. അമിതാഭ് ബച്ചന്റെ വലിയൊരു ഫാനാണ് ഞാൻ, വെരി ബിഗ് ഫാൻ. നിങ്ങൾ രണ്ടുപേരും നല്ല പൊക്കമുള്ളതുകൊണ്ടാണോ ഒരേപോലെ അവൻ ആഗ്രഹിച്ചത്? അതുകൊണ്ടല്ല, ഈ പുള്ളിയുടെ ഒരു വേ ഓഫ് ആക്ടിങ്, ദ വേ ഹി ഡസ് ഹിസ് റോൾസ്, വെരി ഇംപ്രസീവ്. ഒരു ക്യാരക്ടറിന്റെ സ്കിന്നിന് അടി പോയി അണ്ടർ ദ സ്കിൻ പോയിട്ടാണ് പുള്ളി ഹി ഡസ് ദാറ്റ്. നൗ ഐ ഡോണ്ട് നോ, ഇപ്പൊ കണ്ടിട്ടില്ല. കഴിഞ്ഞ ഒരു 8-10 വർഷമായിട്ട് പുള്ളിയുടെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല ബിഫോർ. അപ്പൊ സിനിമയിൽ വരുന്നതിന് മുന്നേ ആയിരുന്നോ അമിതാഭ് ബച്ചനോട് ഇത്ര ആരാധന? ആ സിനിമയിൽ വരുന്നതിന് മുമ്പ് തന്നെ അമിതാഭ് ബച്ചൻ എനിക്ക് ഇഷ്ടമാണ്.
ഇഷ്ടമാണ്. ഷോലയൊക്കെ കണ്ടിട്ട് ഐ വാസ് വെരി ഇംപ്രസ്ഡ്. നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഉണ്ട് പിന്നെ പരിചയപ്പെട്ടിട്ടുണ്ട്. ആ പറഞ്ഞിട്ടുണ്ടോ ഞാനൊരു ഫാൻ ബോയ് ആണെന്ന്? അതെ അതെ തീർച്ചയായിട്ടും പല പ്രാവശ്യം നേരിട്ട് കണ്ടിട്ടുണ്ട്. ഹി നോസ് മീ, ഐ നോ ഹിം. ആരെങ്കിലും റോൾ മോഡൽ ഉണ്ടെങ്കിലായിരിക്കും നമ്മൾ എപ്പോഴും ആ കരിയറിലേക്ക് ചൂസ് ചെയ്യാനായിട്ട് നോക്കുക അല്ലേ? അപ്പൊ ചോദിക്കട്ടെ, ഇംഗ്ലീഷ് ലിറ്ററേച്ചർ എടുത്ത് MBA എടുത്ത ഒരാൾ എങ്ങനെ സിനിമയിലേക്ക് വന്നത്? അതൊരു വലിയ ലോങ് സ്റ്റോറിയാണ്. ഐ ഡോണ്ട് നോ വെദർ യു ഹാവ് ദ ടൈം ടു ലിസൺ ടു ഓൾ ദോസ് തിങ്സ്. ഒരു കുഴപ്പമില്ല, ഇവിടെ ഇരുന്ന് കേട്ടോളാം. ആണല്ലേ? ബേസിക്കലി ഞാനൊരു വരയ്ക്കുകയൊക്കെ ചെയ്യുന്ന ആളായിരുന്നു. അപ്പൊ എനിക്ക് പെയിന്റിങ് ഇഷ്ടമാണ്. ചെറിയ പ്രായത്തിൽ ലോങ് ജമ്പിലൊക്കെ പോയിട്ടുണ്ടല്ലേ? സ്പോർട്സ് അത്ലീറ്റ് ആയിരുന്നു. അത്ലീറ്റ് ആയിരുന്നു. അത് ഞാൻ പൂനെ യൂണിവേഴ്സിറ്റിയുടെ അത്ലറ്റിക് ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു. അപ്പൊ ഞാൻ ട്രിപ്പിൾ ജംപ്, ലോങ് ജംപ്, പോൾ വാൾട്ട്, 4x100 റിലേ ഇതായിരുന്നു എന്റെ ഐറ്റം. അപ്പൊ അത് യൂണിവേഴ്സിറ്റി ഫസ്റ്റ് ആയിരുന്നു, മഹാരാഷ്ട്ര സ്റ്റേറ്റ് ഫസ്റ്റ് ആയിരുന്നു, യൂണിവേഴ്സിറ്റി ടീം ക്യാപ്റ്റൻ ആയിരുന്നു. പിന്നെ വോളിബോൾ പൂനെ യൂണിവേഴ്സിറ്റി ടീമിന്റെ ക്യാപ്റ്റൻ ആയിരുന്നു 4 years. അപ്പൊ അതൊരു വൺ സൈഡ് അങ്ങനെ കിടക്കുന്നു. പിന്നെ മാർഷൽ ആർട്സ് 8-10 വയസ്സ് തൊട്ട് ഞാൻ ഇങ്ങനെ മാർഷൽ ആർട്സ് പല മാസ്റ്റേഴ്സിന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തുകൊണ്ടിരിക്കുന്നു. അപ്പൊ എനിക്ക് സിനിമാറ്റോഗ്രാഫിയിലേക്ക് ഒരു ചെറിയ താല്പര്യം ഉണ്ടായിരുന്നു. കാരണം ഈ പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ കുറച്ചുകൂടെ അപ്ഗ്രേഡ് ചെയ്ത് കഴിഞ്ഞാൽ ക്യാമറ ആകുമ്പോൾ കുറച്ചുകൂടെ നന്നായിട്ട് അത്ര മെനക്കെടാതെ നമുക്ക് ഒപ്പിയെടുക്കാമല്ലോ. ഞാൻ MBA ചെയ്തുകൊണ്ടിരുന്നപ്പോൾ തൊട്ടടുത്ത് FTII ഉണ്ട്, ഫിലിം ആൻഡ് ടെലിവിഷൻ പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട്. പൂനെ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ട് ഉണ്ട്. അപ്പോൾ ഞാൻ ഡെയിലി ഈവനിങ്ങിൽ അവിടെ പോവുകയും എവറി ഈവനിങ് 2 സ്ക്രീനിങ് ഉണ്ടാവും, ക്ലാസ് ഫിലിംസ്, അതെല്ലാം ഞാൻ പോയി കാണും. അപ്പോൾ പിന്നെ ഞാൻ സിനിമാറ്റോഗ്രാഫിക്ക് ചേരാൻ തീരുമാനിച്ചു. അപ്പോൾ അവിടെ അന്നേരം ആക്ടിംഗ് കോഴ്സ് ഇല്ല, ഇടയ്ക്ക് അവർ നിർത്തിയായിരുന്നു. ഇതൊക്കെ ഏത് വർഷം? ഇറ്റ്സ് അറൌണ്ട് 80s. early 80s. early 80s probably. അപ്പം അവരുടെ ഈ അവിടുത്തെ സ്റ്റുഡൻസിന്റെ ഡയലോഗ് എക്സർസൈസിനും ലൈറ്റപ്പ് എക്സർസൈസിനും ഡിപ്ലോമ ഫിലിംസിനും ഞാൻ ഇരുന്ന് കൊടുക്കും, ആക്ട്. അപ്പൊ അങ്ങനെ ഒരു എക്സ്പീരിയൻസ്. പിന്നെ ഞാൻ സിനിമാറ്റോഗ്രാഫിക്ക് ചേരാൻ വേണ്ടിയിട്ട് MBA കഴിഞ്ഞ ഉടനെ ഞാൻ ആപ്ലിക്കേഷൻ കൊടുത്തു. ആപ്ലിക്കേഷൻ നോക്കിയപ്പോൾ അതിനകത്ത് ചെറിയൊരു മാറ്റം വന്നു ആ വർഷം. അതായത് 12th സയൻസ് വേണം, ഞാൻ 12th ആർട്സ് ആയിരുന്നു. ദാറ്റ് വാസ് ഡിസപ്പോയിന്റിംഗ്. ദെൻ ഐ തോട്ട് മേ ബി ഐ ജോയിൻ JJ സ്കൂൾ ഓഫ് ആർട്സ് ബോംബെ, പെയിന്റിങ്ങും കാര്യങ്ങളൊക്കെ ആയിട്ട്. അവിടെ ചെന്ന് ഐ ടുക്ക് ദ ആപ്ലിക്കേഷൻ, ഐ വാസ് റൈറ്റിംഗ് ദ ആപ്ലിക്കേഷൻ. ദെൻ എൻ്റെ ഒരു ഫ്രണ്ട് അവിടെ ഓൾറെഡി പഠിക്കുന്നുണ്ടായിരുന്നു, ഒരു ഗേൾ. പുള്ളി എന്നെ ഇങ്ങനെ നോക്കിയിട്ട് പറഞ്ഞു, ബാബു, ഐ ഡോണ്ട് തിങ്ക് യു വിൽ സ്പെൻഡ് another 3.5 years here. You don't look like the kind of guy. And I said, oh, maybe it's true. ഞാൻ അതിന്റെ പുറകിൽ പുള്ളിയുടെ ഒരു സ്കെച്ച് വരച്ച് കൊടുത്തിട്ട് അവിടെ നിന്ന് പോന്നു. ടാറ്റ ബൈ ബൈ പറഞ്ഞു. പിന്നെയാണ് തീരുമാനിക്കുന്നത് ഒരു മേ ബി ഒരു 1 year ഐ ട്രൈ ആക്ടിങ്. അപ്പൊ അന്ന് FTIയിലുള്ള ആൾക്കാർ, അന്ന് എന്റെ ഫ്രണ്ട്സ് ആയിട്ടുണ്ടായിരുന്ന DOP മോഹനൻ, മുരളി, അവരൊക്കെ ബോംബെയിലെ വലിയ സിനിമാറ്റോഗ്രാഫേഴ്സ്. പിന്നെ ഡയറക്ടർ രാജു ഹിരാനി, അന്ന് കണക്ഷൻസ് ഉണ്ടായിരുന്നു. എനിവേ അവരൊക്കെ ഒന്ന് പറഞ്ഞു, വൈ ഡോണ്ട് യു ട്രൈ ആക്ടിങ്, യു ലുക്ക് ഡിഫറെന്റ്, യു ഹാവ് മാർഷൽ ആർട്സ് ആൻഡ് സ്റ്റഫ് ലൈക്ക് ദാറ്റ്. അങ്ങനെ ഞാൻ മദ്രാസിൽ വരുന്നു, ഭരതേട്ടനെ കാണുന്നു. ഭരതേട്ടൻ പറഞ്ഞു, ഡെഫിനറ്റ്ലി നിന്നെ യൂസ് ചെയ്യാൻ പറ്റും. അങ്ങനെ ചിലമ്പിൽ എനിക്കൊരു ഓപ്പർച്യൂണിറ്റി തന്നു, പിന്നെ പ്രണാമത്തിൽ തന്നു, പിന്നെ പൂവിന് പുതിയ പൂന്തൽ എന്ന് പറയുന്ന പടം അത് 5 ഭാഷയിലേക്ക് റീമേക്ക് ചെയ്തു, 5 ഭാഷയിൽ അഭിനയിച്ചു. അങ്ങനെ മറ്റേ ഭാഷയിലേക്ക് എനിക്കൊരു ഓപ്പർച്യൂണിറ്റി കിട്ടി. Then Vaishali came. Then it continued and I'm sitting in front of you now. അങ്ങനെ ബാബു ആന്റണി എന്ന് പറഞ്ഞ നടനുണ്ടായി. അതാണ് മോറൽ ഓഫ് ദി സ്റ്റോറി. പാട്ട് കേട്ട് കഴിഞ്ഞല്ലോ. ക്ലബ് FM സ്റ്റാർ ജാമിൽ അടുത്ത റൗണ്ടിന്റെ സമയമായിട്ടുണ്ട്. നമ്മുടെ ഗസ്റ്റിന് ബാബു ആന്റണിക്ക് കൂടെ ഞാനുണ്ട്, ശാലിനി. ഈ റൗണ്ടിന്റെ പേര് AK-47. Oh my goodness. ഭയങ്കര എളുപ്പാ. സത്യം. ഇപ്പൊ കൊറേ നാളായിട്ട് US ജീവിക്കുന്ന ഒരാളല്ലേ, മലയാളം ടച്ച് ഒക്കെ വിട്ടിട്ടുണ്ടോ? ഒരിക്കലും ഇല്ല, ഒട്ടുമില്ല. മലയാളം പഠിച്ചിട്ടുണ്ടല്ലോ അല്ലെ? പിന്നെ തീർച്ചയായിട്ടും. ഞാൻ കുറച്ച് വാക്കുകൾ പറയാം, അതിന്റെ പര്യായം അറിയോ നോക്ക്. പര്യായം, ഗ്രാമറും പര്യായമൊക്കെ ചോദിച്ചാൽ കുഴയുവേ. നമുക്ക് നോക്കാന്നേ. നമ്പർ 1 സൂര്യൻ. ദിഗംബരൻ. സൂര്യനോ? പ്രഭാകരൻ. ശാലിനി ഞെട്ടി. ദിഗംബരനുണ്ടോ? ഉണ്ട്, ദിഗംബരനുണ്ടെന്നുണ്ട് വിശ്വാസം. അല്ല പ്രഭാകരൻ. ഞാനൊന്ന് നോക്കട്ടെ. നോക്കണം, ഗൂഗിൾ അടിച്ചു നോക്കും. നോണയാണോ പറയണേ? എന്റെ ഒരു ബലമായ വിശ്വാസമാണ് കേട്ടോ. ഞാൻ അരുണൻ, അർക്കൻ, ആദിത്യം എന്നൊക്കെ വിചാരിച്ച പറയുന്നത്. എന്റെ അമ്മേ. ശരി, ഇന്ന് അടുത്ത് ചോദിക്കാം. വെള്ളം. ജലം, വാട്ടർ. വണ്ടർഫുൾ. പനിന്ന് കൂടി പറഞ്ഞിരുന്നെങ്കിൽ ഒന്ന് മതി വെച്ച്. എന്താ ഇത്? നിർത്തി. ശരി, സമ്മതിച്ചു. ആകാശം. വിണ്ണൈ താണ്ടി വരുവായ. വിണ്ണൈ എന്ന് പറഞ്ഞ ആകാശമാണ്. ആകാശം എന്ന് പറയുന്നത് കുഴഞ്ഞോ? വിണ്ണൈ താണ്ടി വരുവായ വിണ്ണ്. അത് മതി. വാനം. ഓക്കെ. മാനം, വാനം. കറക്റ്റ് ആണ്, ഇപ്പോഴും ഓർമ്മ വരുന്നുണ്ട്. അമ്പരം. അതുകൊണ്ട് നീ മറക്കരുത് കേട്ടോ. ഇല്ല. അടുത്തത് ഭൂമി. അയ്യോ, അറിയാം, ഒരുപാട് അറിയാം, പക്ഷെ മറന്നുപോയി. ഭൂമി ഞാൻ പറയാം, കുഴഞ്ഞു. ഒന്ന് പറഞ്ഞു. ധര, ധരിണി, ധരിത്രി. ഓക്കെ. ഏത് കൊച്ചുകുട്ടിക്ക് വരെ അറിയാം. അല്ല, ഏത് കൊച്ചുകുട്ടീനെയും പഠിപ്പിക്കുന്നത്. എനിക്ക് ഓർമ്മ വന്നു. അടുത്ത കേട്ടോ, കണ്ണ്. ദൃഷ്ടി. ഒന്ന് ഓട്ടമല്ലേ? ദൃഷ്ടി നോട്ടമല്ല. അതെ. ആണോ? എന്നെയും കൂടി തെറ്റിക്കുമല്ലോ. കണ്ണ്. അഞ്ജനക്കൺ.
അഞ്ജനം കൺമഷിയല്ലേ? കൺമഷിയാണല്ലേ? ഓ എന്റെ അമ്മ, ഇതൊക്കെ സത്യം പറഞ്ഞ ഇതൊക്കെ നമ്മള് ഇപ്പോഴാണ് നമ്മുടെ മലയാളത്തിന്റെ സ്റ്റാൻഡേർഡ് മനസ്സിലാവുന്നത്. കണ്ടില്ലേ ഭയങ്കര മലയാളാന്നൊക്കെ പറഞ്ഞിരുന്നിട്ട് ഭയങ്കര റൊമാൻറ്റിക് എന്ന് പറഞ്ഞ ആളാണ്. ഇതൊക്കെ കണ്ണിന്റെ ഒക്കെ വരിയായി അറിഞ്ഞാലല്ലേ നമുക്ക് ഒരു പെൺകുട്ടിനെ വർണ്ണിക്കാനൊക്കെ പറ്റുള്ളൂ. കൺപീലിയാണല്ലോ അല്ലേ? മിഴിന്ന് കേട്ടിട്ടുണ്ട്. മിഴി, ഓ യെസ് യെസ്, അതൊക്കെ പറഞ്ഞു മിഴി. നേത്രം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്. ഓ യെസ്, കണ്ടോ ഇങ്ങനെ പെട്ടെന്ന് ചോദിച്ചാൽ എനിക്ക് പറയാൻ ബുദ്ധിമുട്ടാ. നയനം എന്ന് കേട്ടിട്ടുണ്ടോ? ഉണ്ട്, തീർച്ചയായിട്ടും. നയനം, നേത്രം, മിഴി, അത്രയൊക്കെ മതി. ലാസ്റ്റ് ആണ് കേട്ടോ, മുടി അല്ലേ? കേസരിയോ? അത് തിന്നാനുള്ള ഒരു സാധനം. പെട്ടെന്നൊക്കെ ചോദിച്ചു ഞാൻ എന്റെ വെച്ച ബുദ്ധിമുട്ടാണ്. കേശം, അതെ. കൂന്തൽ, കൂന്തൽ, കാർക്കൂന്തൽ പറയോ? ഇത് പൊട്ടി. ഈ ഒരു ടെസ്റ്റിൽ നമ്മള് പൊട്ടി പാളിഷായി. വേണമെങ്കിൽ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയുള്ളത് വെച്ചരാ. കസ്തൂരി മണക്കുന്നല്ലോ കാറ്റ് നീ വരുമ്പോൾ. ഇങ്ങനെ 8 നെല്ലിൽ പൊട്ടി നിൽക്കുമ്പോൾ ഒരു താൽക്കാലിക ആശ്വാസത്തിന് കേൾക്കാൻ പറ്റിയ പാട്ടാ. പര്യായം ഒന്നും അറിയില്ലെങ്കിലും നല്ല കടുകട്ടി പാട്ടുകളൊക്കെ തപ്പിയെടുത്ത്. ഇന്ന് സ്റ്റാർ ജാമിൽ ഞാനാണ് ബാബു ആന്റണി. കൂടെ ഞാനുണ്ട് ശാലിനി. ചോദ്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് എല്ലാവർക്കും ബാബു ആന്റണി എന്ന് പറയുമ്പോ എന്നോട് ചോദിക്കാണ് കേട്ടോ. ബാബു ആന്റണി എന്ന് പറയുമ്പോ ഇത് വരുമല്ലോ, പെട്ടെന്നൊരു മുഖം വരുമല്ലോ. ബാബു ആന്റണി എന്ന് പറയുമ്പോ എന്നോട് ചോദിക്കുകയാണെങ്കിൽ നല്ല ഹൈറ്റില് മെലിഞ്ഞിട്ട് അതുപോലൊക്കെ തന്നെയാ, എന്നാലും ഒരു ബനിയൻ ഇട്ട് അതിന്റെ മുകളിൽ ഒരു ഷർട്ട്, ഒരു ലൂസ് ഷർട്ട് ഇട്ട് ഒരു കൊലുന്നനുള്ള ജീൻസ് ഇട്ട് മുടി വളർത്തി ആ രൂപം എപ്പോഴും. കാതിലൊരു കമ്മലിട്ട്. അതന്നെ, പറ്റുമെങ്കിൽ ഒരു കുരിശും. അതൊക്കെ അന്നൊരു വലിയ ഇതായിരുന്നു, ആരും ഇടാത്തൊരു സംഭവമായിരുന്നു അന്നത്തെ കാലത്ത്. ആണുങ്ങൾ ആരും അങ്ങനെ കമ്മലിടില്ലായിരുന്നു ആ സമയത്ത്. അപ്പൊ എന്നോട് ചോദിച്ചു എന്താണ്, ഞാൻ പറഞ്ഞു നമ്മുടെ പഴയ രാജാക്കന്മാരൊക്കെ ഇട്ടിരുന്നല്ലോ, അതുകൊണ്ട് ഞാൻ ഇട്ടാന്ന് പറഞ്ഞു. ഇപ്പൊ എന്റെ മുന്നിലിരിക്കുമ്പോ എന്തൊരു വ്യത്യാസ, എന്തായി ഈ പറയണ മുടിയില്ല, തടി മീശയില്ല, തൊപ്പിയൊക്കെ വെച്ചിട്ട്. അതെ നമ്മൾ ഓരോ ക്യാരക്ടർ ചെയ്യാൻ വേണ്ടിട്ട് അപ്പൊ സ്റ്റക്കായി പോകും. ഒരു സെയിം ഹെയർ സ്റ്റൈലും ഒക്കെ ആയിട്ട് നമുക്ക് ഒരു ക്യാരക്ടറിൽ തന്നെ സ്റ്റക്കായി പോകും. നമ്മളിപ്പോ പല രീതിയിലുള്ള ക്യാരക്ടേഴ്സ് ചെയ്യുന്നതുകൊണ്ട് എല്ലാം ഒന്ന് മാറ്റിയെടുത്താൽ. പിന്നെ ഇഫ് യു വാണ്ട് ലോങ് ഹെയർ നമുക്കിപ്പം യു കൻ ഓൾവേസ് അറ്റാച്ച്. ഇപ്പൊ മേക്കപ്പ് ഒക്കെ ഭയങ്കര ഈസിയാണ്. അന്ന് ഇങ്ങനെ ഒരു സ്റ്റൈൽ സ്റ്റേറ്റ്മെന്റ് സിനിമയിലും ആദ്യമായിരുന്നു, അങ്ങനെ ആരും ഇല്ലല്ലോ അല്ലേ? അപ്പൊ അന്ന് അങ്ങനെ ഒരു സ്റ്റൈല് സ്വന്തമായിട്ട് കൊണ്ടുവന്നതാ? സ്വന്തമായിട്ട് കൊണ്ടുവന്നത്. അപ്പം താടി വളർത്തി അങ്ങനെ ഒരു ഹെയർ സ്റ്റൈലും ഡ്രസ്സിംഗ് ഒക്കെ ഞാൻ അന്ന് ബാംഗ്ലൂരിൽ നിന്നൊക്കെ ഞാൻ ഡ്രസ് ഡിസൈനിങ് ഞാൻ തന്നെ ചെയ്തുകൊണ്ടിരുന്നത്. ഞാനിപ്പോൾ പ്രൊഡ്യൂസറോട് ഞാൻ പറയും ഞാൻ കുറച്ച് കോസ്റ്റ്യൂംസ് കൊണ്ടുവരികയാണ്, യു ജസ്റ്റ് പേ ഫോർ ഇറ്റ്. അങ്ങനെയാണ് ആ ഒരു ചേഞ്ച് നമുക്ക് ഫീൽ ചെയ്ത്, ഒരു വേറൊരു വേ ഓഫ് ഡ്രസ്സിംഗ്. ദൗത്യം എന്ന് പറഞ്ഞ പടത്തിനകത്ത് ആ കോസ്റ്റ്യൂം ഞാൻ ഡ്രോ ചെയ്ത് കൊടുത്ത, വരച്ചു കൊടുത്താണ്. അതെ. ലൊക്കേഷനിൽ ചെന്ന് കഴിഞ്ഞപ്പോൾ സാധാരണ ഷർട്ടും പാന്റും ആയിരുന്നു. ഷൂട്ടിംഗ് തുടങ്ങുമ്പോൾ ഒരു 30-40 മൈൽസ് കിലോമീറ്റർ എവിടെയാണ് ഷൂട്ടിംഗ് നടന്നിട്ടുള്ളത്, ചാലക്കുടിയിൽ മനത്തിനകത്ത്. അപ്പൊ ഞാൻ ഡയറക്ടറോട് പറഞ്ഞു ഇതൊരു വളരെ യൂഷ്വലാണ്, ഞാനൊരു സാധനം കാണിക്കട്ടെ എന്ന് ചോദിച്ചു. ഞാൻ അസോസിയേറ്റ് ഡയറക്ടറിൽ നിന്ന് പാഡ് വാങ്ങിച്ചിട്ട് വരച്ചു കൊടുത്തു. ഞാൻ ഡയറക്ടർ പാക്കപ്പ് എന്ന് പറഞ്ഞു, ഈ കോസ്റ്റ്യൂം വന്നിട്ട് ഇനി അടുത്ത് നമുക്ക് ഷൂട്ട് ചെയ്യാൻ മതി എന്ന് പറഞ്ഞു. പൂവിന് പുതിയ പൂന്തന്നൽ 5 ഭാഷകളിൽ ചെയ്തു പറഞ്ഞില്ലേ? 5 ഭാഷകളിലും ഭാഷയിട്ടും തന്നെയാ ചെയ്തത് അല്ലേ? അതിലേക്ക് എങ്ങനെയാ വന്നത്? അത് പിന്നെ ഞാൻ ചിലമ്പിൽ അഭിനയിച്ചു ആ സമയത്ത്. എന്റെ ഒരു സ്റ്റില് നാനയിൽ വന്നു. അപ്പൊ അച്ചിക്ക് അങ്ങനെ ഒരു ആളെ തപ്പിക്കൊണ്ടിരിക്കുകയാണ്. ഇങ്ങനെ ഒരു പെർട്ടിക്കുലർ ഒരു ക്യാരക്ടർ ആയിരുന്നല്ലോ, ഒരു ഡിഫറെന്റ് ക്യാരക്ടർ ആയിരുന്നു. കാണുന്നവൻ പേടിക്കണം. അതെ, ഡയലോഗ് ഇല്ല, നോ ഡയലോഗ്. അപ്പം ഒരു നോട്ടം ബോഡി ലാംഗ്വേജും ഒക്കെ ഒരു പേടിപ്പിക്കുന്നതായിരിക്കണം. അപ്പൊ അച്ചിക്ക കണ്ടു, ഈ സ്റ്റിൽസ് കണ്ടു. ഇവന് എവിടെ ഉണ്ട് തപ്പി പിടിക്കാൻ പറഞ്ഞു. അപ്പൊ ഞാൻ ചിലമ്പെന്ന് പറഞ്ഞൊരു പടമൊക്കെ അഭിനയിച്ചിട്ട് ഞാൻ നാട്ടിൽ പോയി. ഞാൻ സിനിമയൊക്കെ കണ്ടുകൊണ്ട് നടക്കാണ്. പൊൻകുന്നത്ത് പോയി, പിന്നെ പല തിയേറ്ററുകളിലും പോയി സിനിമയൊക്കെ കണ്ട് നമ്മൾ അഭിനയിച്ചത് കണ്ട് ഇങ്ങനെ നടക്കുന്ന ഒരു സമയത്ത് ഒരു പ്രാവശ്യം ഭരതനെ വിളിച്ചു പറഞ്ഞാൽ നിന്നെ പാസിൽ തപ്പുന്നുണ്ടെന്ന്. നമുക്ക് ടെൻഷനായി. നമ്മളൊരു ആക്ടർ ഒന്നും അല്ലല്ലോ, ഒരു മേജർ റോളൊന്നും നമുക്ക് കൈകാര്യം ചെയ്യാൻ പറ്റുമോ ഒന്നും അറിയില്ലല്ലോ. എനിയോ പാച്ചിക്ക കോണ്ടാക്ട് ചെയ്തു, എന്നെ ഫിക്സ് ചെയ്തു അതിന്. അപ്പൊ ഞാൻ എപ്പോഴും ഒരു ആനിമൽസിനെ ഞാൻ ഇമിറ്റേറ്റ് ചെയ്യാറുണ്ട്. അപ്പൊ അതിനകത്ത് ഞാനൊരു മൂർഖൻ പാമ്പിന്റെ ഷാഡോയെ കൊടുത്തു. എഴഞ്ഞിങ്ങനെ പോകും, എപ്പോ തലപൊക്കും എന്നറിയാൻ പറ്റില്ല, ആ ഒരു ഫിയർ എപ്പോഴും കൊടുത്തിരുന്നു. ആനിമൽസിനെ ഇമിറ്റേറ്റ് ചെയ്യും. ആക്ട് ചെയ്യുമ്പോൾ നമ്മൾ ഓരോ മെത്തേഡ് സ്വീകരിക്കുമല്ലോ. അങ്ങനെ. അതെ. അപ്പൊ വൈശാലിക്കകത്ത് ഞാനൊരു ആനയെ ഇമിറ്റേറ്റ് ചെയ്തു. ഒരു എലിഫന്റിന് ഇങ്ങനെ നടന്നു പോകുമ്പോൾ ഒരു തലയെടുപ്പോടി ഇങ്ങനെ നടന്നു പോകുന്നു. പക്ഷെ ആനയുടെ മുഖത്ത് നോക്കി ഒരു സങ്കടം ഉണ്ടല്ലോ, ഒരു ദുഃഖം ഉണ്ട്. അതൊന്നും ഈ രാജാവിന് ആവശ്യം. രാജ്യം മുഴുവൻ പ്രോബ്ലമാണ്. പക്ഷേ കുനിഞ്ഞു നടക്കാൻ പറ്റുമോ പ്രോബ്ലം എന്ന് പറഞ്ഞ് രാജാവിന് തലയെടുപ്പോടെ നടക്കണം. അറ്റ് ദ സെയിം ടൈം യു ഷുഡ് ഫീൽ ദാറ്റ് സോറോ. ഇയാൾക്ക് മക്കളില്ല, ഭാര്യ ഭയങ്കര കുത്തുവാക്ക് പറയുന്ന ഒരു സ്ത്രീയാണ്. അങ്ങനെയൊക്കെയുള്ള ഒരു സിറ്റുവേഷൻ ഉള്ള ഒരു രാജാവാണ്. ഈ മെത്തേഡ് എങ്ങനെ പഠിച്ചേ? ഞാൻ മാർഷൽ ആർട്സിൽ നിന്ന് പഠിച്ചതാണ്. കാരണം മാർഷൽ ആർട്സിൽ പ്രത്യേകിച്ച് കങ്ഫൂലും ഒക്കെ ആനിമൽസിനെ ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു ടെൻഡൻസി ഉണ്ട്. അവരുടെ വേ ഓഫ് അറ്റാക്കിംഗ്, വേ ഓഫ് ഡിഫൻസ്, ഈഗിൾ സ്റ്റൈൽ, ടൈഗർ സ്റ്റൈൽ, മങ്കി സ്റ്റൈൽ എന്നൊക്കെ പറഞ്ഞിട്ട് അവരുടെ ബോഡി ലാംഗ്വേജ് ഇമിറ്റേറ്റ് ചെയ്യുന്ന ഒരു സംഭവമാണ്. അതിൽ നിന്നാണ് ഞാൻ ഇത് അഡോപ്റ്റ് ചെയ്തത് ആക്ടിംഗിലേക്ക്. അങ്ങോട്ട് അപ്പൊ ഈസി
ഹാപ്പിയായി. എനിക്കറിയാത്ത എന്തോരം കാര്യങ്ങളാ പറഞ്ഞു തരണേ. നമ്മൾ കുറെ സംസാരിക്കേണ്ടിയിരിക്കുന്നു കേട്ടോ. ഇപ്പൊ തൽക്കാലം അടുത്ത പാട്ടിലേക്ക് പോവാം. പത്രത്തില് മാന്ത്രികനായ മാൻഡ്രേക്കിന്റെ കഥയില് ലോത്തറിന്റെ ജൂഡോ അഭ്യാസം കണ്ട് കൊതിച്ച് കളരി പഠിച്ച ആളാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ കൂടെയുള്ളത്. അതാ ഞാൻ ഇതെങ്ങനെ മനസ്സിലായി, ഇതാര് പറഞ്ഞു? ആണോ അല്ലയോ എന്ന് പറയൂ. അതെ, അതാണ്. നീ പേര് പറഞ്ഞു. ബാബു ആന്റണി. കൂടെ ഞാനും ശാലിനി. പറയൂ, ഇങ്ങനെ ഒരു സ്റ്റോറി കേട്ടു, സത്യമാണോ? സത്യമാണ്. കാരണം ഈ കറാറ്റെ എന്ന് പറയുന്ന ഒരു ടേം ഞാൻ ആദ്യം കേൾക്കുന്നത് ഈ കാർട്ടൂണിൽ കൂടെയാണ്. മാൻഡ്രേക്ക് എന്ന മാന്ത്രികൻ. അപ്പൊ അതിനകത്ത് പറയാം ഇങ്ങനെ ലോതറിന്റെ ജൂഡോയോ പിന്നെ മാൻഡ്രേക്കിന്റെ കറാറ്റെ ആർട്ടറിയിലുള്ള ഒരു ചോപ്പോ എന്നൊക്കെ പറഞ്ഞ് അന്നൊന്നും പിടികിട്ടിയില്ല. അപ്പൊ ഞാൻ ഇങ്ങനെ ആലോചിച്ചത് എന്താണ് സംഭവം. രസമുണ്ട് കാണാൻ പടമൊക്കെ ഇങ്ങനെ. അന്ന് കാർട്ടൂൺ സിനിമകളൊന്നും ഇല്ലല്ലോ. അപ്പൊ ഞാനിങ്ങനെ അന്വേഷിച്ച് വന്നപ്പോൾ അതൊരു ആയോധന കലയുടെ ഒരു ഭാഗമാണെന്നും നമുക്ക് അവൈലബിൾ ആയിട്ടുള്ള ഒരു ആയോധന കല ഇതായിരുന്നു, കളരിപ്പയറ്റായിരുന്നു. അപ്പൊ കളരിപ്പയറ്റിൽ തുടങ്ങി. അങ്ങനെ കുറെ നാൾ കഴിഞ്ഞപ്പോൾ ഞാനൊരു കരാട്ടെ മാസ്റ്ററെ പരിചയപ്പെട്ടു, സെബാസ്റ്റ്യൻ എന്ന് പറയുന്നത്. അത് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ പല മാസ്റ്റേഴ്സിന്റെ കൂടെ കങ്ഫു, MMA, മിക്സ് മാർഷൽ ആർട്സ് അത് പഠിച്ചു. അതാണ് കൂടുതലും ഞാൻ ട്രെയിൻ ചെയ്ത് ഇപ്പൊ പഠിപ്പിക്കുന്നത്. ഹ്യൂസ്റ്റണിലും ബഹ്റിനിലും അക്കാഡമി ഉണ്ട് അല്ലേ? അതെ അതെ അതെ. എത്ര കുട്ടികളുണ്ട്? ഒരുപാട് ന്യൂസ് കിട്ടുന്നുണ്ട്. ഇത് എവിടെ നിന്ന് കിട്ടുന്നതൊക്കെ? സ്റ്റാർ ജാം ഓർമ്മയിൽ വെച്ചോളൂ. അതെ അതെ. എന്നിട്ട് കേക്കട്ടെ. പിന്നെ അത് കണ്ടിന്യൂ ചെയ്തു. Then I trained myself in Aikido, പിന്നെ Jiu-Jitsu. Aikido എന്ന് പറയുന്നത് ഒരു സ്റ്റീവൻ സീഗാളിന്റെ ഫിലിം കണ്ടിട്ടുണ്ടോ? അത് അതിനകത്ത് ഉപയോഗിക്കുന്ന ഒരു ടെക്നിക്കാണ്. അത് കൂടുതലും പിന്നെ ലോക്സ് ഉണ്ട്, അതിനകത്ത് ത്രോസ് ഉണ്ട്, ബ്രേക്ക് ഫോൾസ് ഉണ്ട്, ഒരാട്ടാണ് പെർട്ടിക്കുലർ. പിന്നെ ജൂജിറ്റ്സു എന്ന് പറയുന്നത് അതിനകത്ത് കൂടുതലും റെസ്ലിംഗിന്റെ ഒക്കെ വേറെ ലൈനിലേക്ക് വരും. കുറച്ചുകൂടെ സിവിയർ ആയിരിക്കും അതിനകത്ത് അറ്റാക്കും കാര്യങ്ങളൊക്കെ. അങ്ങനെ പല മാർഷൽ ആർട്സ്. കങ്ഫു ആണ് എന്റെ ഫേവറേറ്റ്. കങ്ഫു എന്നാണ് പറയോ? കുങ്ഫു എന്നല്ലേ? കുങ്ഫു എന്ന് പറയാം. എന്താ ശരിക്കും പറയണ്ടേ? കങ്ഫു എന്ന് പറഞ്ഞോളൂ, കുഴപ്പമില്ല. ഗോങ്ഫു മാൻഡ്രിൽ അങ്ങനെ പറയുന്നത്, ഗോങ്ഫു. ശരി. ഇപ്പൊ ഏതിലാ സ്പെഷ്യലൈസ് ചെയ്തിരിക്കുന്നത്? മിക്സ് മാർഷൽ ആർട്സ്. അതിലാണ് എനിക്കിപ്പോ 5th ഡിഗ്രി ബ്ലാക്ക് ബെൽറ്റ് ഉള്ളത്. 5th ഡിഗ്രി കിട്ടിയിട്ട് കുറച്ച് നാളായി. പക്ഷെ അതിന് മുകളിലായിട്ട് പ്രാക്ടീസ് ചെയ്യാനും കണ്ടിന്യൂ ചെയ്യാനും ഉള്ള സമയവും കാര്യങ്ങളൊന്നും കിട്ടിയിട്ടില്ല. ജീവിതത്തിൽ എപ്പോഴെങ്കിലും ഉപയോഗിക്കേണ്ടി വന്നിട്ടുണ്ടോ? 1 or 2 times. എന്തിന്? രഹസ്യമാണ് അത്. ഞാനിങ്ങനെ പൂനെയിൽ പഠിച്ചുകൊണ്ടിരുന്നപ്പോ ഞാൻ സോളമൻ ഐസക് എന്ന് പറയുന്ന ഒരു മാസ്റ്ററുടെ കീഴിലാണ് മിക്സ് മാർഷൽ ആർട്സ്. അന്ന് ആ സമയത്ത് എനിക്ക് തായ്ക്കൊണ്ടോ, ഐ ടുക്ക് എ ബ്ലാക്ക് ബെൽറ്റ് ഇൻ തായ്ക്കൊണ്ടോ ഓൾസോ. ഇറ്റ്സ് എ കൊറിയൻ ആർട്ട് ഓഫ് കിക്കിംഗ്. അപ്പൊ ആ സെയിം സ്ഥലത്ത് 2 ട്വിൻസാ, അവര് തായ്ക്കൊണ്ടോ ബ്ലാക്ക് ബെൽറ്റ്സ്. അവര് ക്ലാസ് തുടങ്ങി. പക്ഷെ ഒരുപാട് സ്റ്റുഡൻസ് ഞങ്ങൾക്കാണ് കിട്ടിക്കൊണ്ടിരുന്നത്. എവരിബഡി കെയിം ടു അസ്. അപ്പൊ ഞാനാണ് സീനിയർ മോസ്റ്റ് സ്റ്റുഡന്റ്. അപ്പൊ അവർക്ക് ഒരു ഐഡിയ തോന്നി, ഈ സീനിയർ മോസ്റ്റ് സ്റ്റുഡന്റിനെ അടിച്ച് താഴെ ഇട്ട് കഴിഞ്ഞാൽ അവർക്ക് മനസ്സിലാവും അവർ സ്റ്റൈൽ ഇസ് നോട്ട് വെരി എഫിഷ്യന്റ്, സോ പീപ്പിൾ വുഡ് കം ടു ലേൺ തായ്ക്കൊണ്ടോ ടു ദം എന്ന് അവർക്ക് തോന്നി. അതിനൊരു ദിവസം ഞാനിങ്ങനെ സൈക്കിളിൽ പോയിക്കൊണ്ടിരുന്നപ്പം ക്ലാസ് അറ്റൻഡ് ചെയ്യാൻ എടുക്കാനൊക്കെ പോയിക്കൊണ്ട് ഇവർ രണ്ടുപേരോട് വന്നു. എന്നിട്ട് ഇങ്ങനെ പറഞ്ഞു, നിങ്ങൾക്ക് ഒരുപാട് സ്റ്റുഡൻസ് കിട്ടുന്നുണ്ട്, ഞങ്ങൾക്ക് അത് കിട്ടുന്നില്ല, ഞങ്ങൾ അത് തെറ്റാണെന്ന് പ്രൂവ് ചെയ്യാൻ പോകുന്നത്. അറ്റാക്ക് മീ. അപ്പൊ എനിക്ക് എന്റെ ഇതുണ്ടായിരുന്നു, സ്കിപ്പ് റോപ്പ് ഉണ്ടായിരുന്നു കയ്യിൽ. ടേക്സ് അബൌട്ട് ഐ തിങ്ക് 5 seconds or so, both of them were down. Come again? 5 seconds രണ്ടുപേരും താഴെ പോയി. സത്യം. കാരണം റിയൽ ഫൈറ്റ് വിൽ നോട്ട് ലോങ് ലൈക്ക് എ മൂവി ഫൈറ്റ്. ഐദർ ദേ ഫോൾ ഡൗൺ ഓർ ഐ ഫോൾ ഡൗൺ. അത്രേ ഉള്ളൂ. റിയൽ ഫൈറ്റ് എന്ന് പറയുന്നത് ഈ സിനിമയിൽ കാണുന്ന പോലെയല്ല. ഇറ്റ് ഇസ് ടോട്ടലി ഡിഫറെന്റ്. ഇറ്റ് വോണ്ട് ലാസ്റ്റ് മോർ ദാൻ 3 seconds or 4 seconds. ഇഫ് ഐ ഗെറ്റ് എ പഞ്ച് ഓൺ മൈ ഫേസ് ഐ ഫോൾ ഡൗൺ. അത് കിട്ടാതെ എങ്ങനെ തിരിച്ചു കൊടുക്കാം എന്നുള്ളതാണ്. ഇറ്റ്സ് ഓൾ ഡിപെൻഡ്സ് ഓൺ ലക്ക് ഓൾസോ. അയ്യോ, എന്നിട്ട് ഇറ്റ് ബിക്കം എ ബിഗ് ന്യൂസ് ആൻഡ് വി ഗോട്ട് മോർ സ്റ്റുഡൻസ്. അവർ നിർത്തിപ്പോയി. 10 പൈസ ചെലവില്ലാണ്ട് ഞങ്ങൾക്ക് കൂടുതൽ കിട്ടി. അടിപൊളി. ആളെ മനസ്സിലായല്ലോ. നമ്മുടെയൊക്കെ ആക്ഷൻ ഹീറോ സാക്ഷാൽ ബാബു ആന്റണി ഇന്ന് നമ്മുടെ ഗസ്റ്റ്. കൂടെ ഞാനും ശാലിനിയുടെ മാത്രം ടൺ കണക്കിന് ഫൺ. അടുത്ത റൗണ്ടിലേക്കുള്ള സമയം, ഒരു ബഞ്ച് ഓഫ് ചോദ്യങ്ങളിലേക്കുള്ള സമയം. ക്ലബ് FM സ്റ്റാർ ജാമിൽ ഇന്നത്തെ നമ്മുടെ ഗസ്റ്റ് ബാബു ആന്റണി. കൂടെ ഞാനും ശാലിനി. ഈ റൗണ്ടിന്റെ പേര് റെഡി? ചോദ്യങ്ങൾ നേരത്തെ തരാൻ വരായിരുന്നു. അതൊന്നും തരൂല. നോക്കാം. ക്വസ്റ്റ്യൻ നമ്പർ 1. പണ്ട് സ്കൂളില് മണി അടിച്ചു മാറ്റിയിട്ടുണ്ട്, പക്ഷെ റോളിനായി ഞാൻ ആരെയും മണി അടിച്ചിട്ടില്ല. ട്രൂ. അപ്പൊ പണ്ട് സ്കൂളിൽ മണി അടിച്ചു മാറ്റിയിട്ടുണ്ട്. കിട്ടി? കഥയിൽ ചോദ്യം. ഇനി പറയൂ, എന്തിനാ സ്കൂളിലെ മണി അടിച്ചു മാറ്റിയത്? അപ്പൊ അതിങ്ങനെ പ്യൂൺ വന്നിട്ടൊന്നും ഒരു ഇരുമ്പിന്റെ ഒരു ഇതിൽ ഇങ്ങനെ തൂക്കിയിട്ടിരിക്കുകയാണ്, ഒരു ചട്ടുകം പോലുള്ള ഒരു സാധനം വലിയത്. അപ്പൊ അതിലാണ് ടൺ 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 ഇങ്ങനെ അടിക്കുക. അപ്പൊ അതാണ് സ്കൂള് തുടങ്ങുന്നത്. അതായത് ഫസ്റ്റ് ബെല്ല്, സെക്കൻഡ് ബെല്ല്. അപ്പൊ ഞാൻ ആലോചിച്ചത് ഒരു ദിവസം കണ്ടില്ലെങ്കിൽ അങ്ങനെ സ്കൂള് തുടങ്ങും, ചിലപ്പോൾ അവധി കിട്ടുമായിരിക്കും അല്ലേ. ഇതൊക്കെ എത്ര പ്രായത്തില? 6ാം ക്ലാസ്സിലാന്ന് തോന്നുന്നു. അടിച്ചു മാറ്റി കൊണ്ട് പാത്ത് വെച്ചു രാവിലെ. അപ്പൊ അത് കഴിഞ്ഞപ്പം ഭയങ്കര പ്രശ്നമായി.
പിന്നെ പിറ്റേ ദിവസം രാത്രി ഞാൻ തിരിച്ചുകൊണ്ട് വെച്ചു ഒരു ഈവനിങ്ങിൽ. ആരും കണ്ടില്ല? ആരും കണ്ടില്ല. കാരണം അവർക്കത് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ആരാണിത് ചെയ്യുക? ആക്രിക്കാരന് കൊടുത്താൽ പോലും അധികം വില കിട്ടാത്ത ഒരു സാധനമാണ്. പൊൻകുന്നത്ത് മാത്രമല്ല, അമേരിക്കയിൽ പോയിട്ടും ഞാൻ മരത്തിൽ കയറിയിട്ടുണ്ട്, അവിടുത്തെ പുഴയിൽ ചാടി നീന്തിയിട്ടുണ്ട്. ട്രൂ. യുഎസിലോ? സത്യം? സത്യമായിട്ടുണ്ട്. അവിടെ പുഴയിലൊക്കെ ചുമ്മാ ചാടാനൊക്കെ പറ്റുമോ? പിന്നെ ചാടാൻ പറ്റും. ലേക്ക് ഉണ്ട് ഇഷ്ടം പോലെ, സ്മോൾ ലേക്സ്. അപ്പൊ ചിലതിലൊന്നും നമ്മളെ ചാടാൻ സമ്മതിക്കത്തില്ല, ബോട്ടിങ്ങും. കാരണം അത് ഡ്രിങ്കിങ് വാട്ടർ ആയിട്ട് അവർ ഇത് ചെയ്യുന്നത്. അവിടെ റൂൾസ് ഉണ്ട് കേട്ടോ. ചുമ്മാ ചാടി കഴിഞ്ഞാൽ അറസ്റ്റ് ചെയ്യും. പിന്നെ മുതലുകളുണ്ട് ഇഷ്ടം പോലെ. ഇറ്റ് ഈസ് നോട്ട് സേഫ്. കൊച്ചുണ്ണിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത പോലൊരു കളരി വായ്ത്താരി എനിക്കും കാണാതെ അറിയാം. വേണമെങ്കിൽ ഒപ്പിക്കാം, അത്രേ ഉള്ളൂ. ഒരു വായ്ത്താരി പറയൂ കേക്കട്ടെ. ഇടതു മാറി വലത് കയറി തിരിഞ്ഞു വെട്ടി സിംഹത്തഞ്ചം പിടിച്ച് അമർന്ന് നിവർന്ന് പീതുകാല് വെച്ച് ഇടങ്കാല് വലങ്കാല് തിരിഞ്ഞു മാറി മാറി വെട്ടി, അങ്ങനെ പോകും കുറെ സംഭവങ്ങള്. അയ്യോ, ഇത് ഓർത്തിരിക്കാൻ കുറെ പെടപാടുകൂടല്ലോ. സിനിമയ്ക്കകത്ത് മാത്രമല്ല പുറത്തും കുറച്ച് ആക്ഷൻ കാണിക്കേണ്ടി വന്നിട്ടുണ്ട്, തല്ലേണ്ടി വന്നിട്ടുണ്ട്. ട്രൂ. നാട്ടിൽ തല്ലുണ്ടാക്കിയിട്ടുണ്ടോ? ഇല്ല, അതിൽ തല്ലുണ്ടാക്കാറില്ല. ഞാൻ പഠിപ്പിക്കുന്നത് തന്നെ ഹൗ ടു അവോയ്ഡ് ഫൈറ്റ്. സിനിമയില് വില്ലൻ ആയിരുന്നെങ്കിലും എനിക്കും കിട്ടിയിരുന്നു ലവ് ലെറ്റേഴ്സ്. ഇതെങ്ങനെ അറിഞ്ഞു? ആണോ ഇല്ലയോന്ന് പറ. ട്രൂ. എല്ലാത്തിനും കയറിയിട്ട് എങ്ങനെ എന്തെങ്കിലും ചോദിക്കരുത്, ഞാൻ പറയില്ല. ഓക്കെ. ഞാൻ ആക്ച്വലി ഭയങ്കര റൊമാൻറ്റിക് ആയിരുന്നു ആള്, ശരിക്കും. ഇപ്പോഴും അതെ. പക്ഷെ ഇപ്പൊ കല്യാണമൊക്കെ കഴിച്ചുകൊണ്ട് അടങ്ങി ഒതുങ്ങി ഇരിക്കുന്നുണ്ട്. കേക്കട്ടെ, അപ്പൊ ലവ് ലെറ്റേഴ്സ് ഒക്കെ എവിടുന്ന വന്നിരുന്നത്? അന്ന് ലെറ്റർ ആയിരുന്നു, അന്ന് ഇമെയിൽ ഒന്നും ഇല്ലായിരുന്നു. അപ്പൊ ഞാൻ ശരിക്കും ഒരു ഷൂട്ടിംഗ് ഒക്കെ കഴിഞ്ഞ് ബാംഗ്ലൂർ വീട്ടിൽ ചെല്ലുമ്പോൾ കഥ അങ്ങോട്ട് തുറക്കുമ്പോൾ ഒരു ഹീപ്പ് ഓഫ് ലെറ്റേഴ്സ് കാണും. അപ്പൊ അതിനകത്ത് നോക്കുമ്പോൾ ഒരുപാട് ലവ് ലെറ്റേഴ്സ് ഒക്കെ ഉണ്ടാവും. അതിലുള്ള ചില ആൾക്കാരൊക്കെ ഇപ്പോഴും നമ്മളെ കോൺടാക്ട് ചെയ്യാറുണ്ട്. കല്യാണം കഴിക്കട്ടെ എന്നൊക്കെ ചോദിച്ചിട്ടൊക്കെ ലെറ്റേഴ്സ് അയക്കോ? ഇഷ്ടംപോലെ വരുമായിരുന്നു. അപ്പൊ എന്താ പറയാ? അതെനിക്ക് കല്യാണം കഴിക്കാൻ താല്പര്യമില്ലായിരുന്നു അന്നേരം. ആണോ? I didn't want to get married. പക്ഷെ തിങ്സ് ചേഞ്ച്. ഒന്നും നടന്നില്ല. മീനിങ്ലെസ് ആണെന്ന് തോന്നി ലൈഫ് അങ്ങനെ പോയി കഴിഞ്ഞാൽ. തെലുങ്ക് സിനിമ മോഡൽ സ്റ്റണ്ട് കാണുമ്പോഴേ ഒരടിക്ക് 10 പേര് പറന്നു പോകുന്നത് കാണുമ്പോ എനിക്കത് കോമഡി ആയിട്ടാണ് തോന്നിയിട്ടുള്ളത്. തീർച്ചയായിട്ടും. ട്രൂ. അതെ. അത് മലയാളത്തിൽ വന്നപ്പോഴാണ് ഞാൻ ഞെട്ടിപ്പോയത്. മലയാളത്തിൽ അത്രയും ആർട്ടിഫിഷ്യൽ ആയിട്ടുള്ള ഫൈറ്റ്സ് അന്നില്ലായിരുന്നു. കഴിഞ്ഞ 4-5 വർഷമായിട്ട് ഹീറോ കായി പൊക്കി ഉടനെ 4 പേരൊക്കെ പറഞ്ഞു. 4 ഭാഗത്തേക്ക്. 4 ഭാഗത്തേക്ക്. അതൊട്ടൊന്നും എനിക്ക് ദഹിക്കാൻ പറ്റുന്നില്ല. അതുകൊണ്ടാണ് ഞാൻ ഇവിടുന്ന് പോയത്. എനിക്കും പാരകൾ കിട്ടിയിട്ടുണ്ട്. തീർച്ചയായിട്ടും പാരകൾ എപ്പോഴും ഉള്ളതാണ്. കാരണം കേരളം സൃഷ്ടിച്ചത് തന്നെ പാര കൊണ്ടാണ്. ആര് പറഞ്ഞു നമ്മുടെ പരശുരാമൻ മഴു അറിഞ്ഞെന്ന്? പാരയാണ് അറിഞ്ഞിരിക്കുന്നത്. കുറെ കിട്ടിയിട്ടുണ്ടോ? തീർച്ചയായിട്ടും. അത് ഇസ് പാർട്ട് ഓഫ് ലൈഫ്. ഹൂ കെയർസ്? ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറഞ്ഞാൽ ഞാനത് വെച്ചതാ. ദാസേട്ടന്റെ ഒരു പാട്ട് വെച്ചാൽ ഏതെങ്കിലും ഒരു നല്ല പാട്ട്, നല്ല അർത്ഥമുള്ള പാട്ട്. അത് ഞാൻ ഡെഡിക്കേറ്റ് ചെയ്തിരിക്കുന്നു ശാലിനിക്ക് വേണ്ടിയിട്ട്. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ് എന്റെ കൂടെ. ബാബു ആന്റണി. ഈ റൗണ്ടിന്റെ പേര് സീൻ കോൺട്ര എന്നാണ്. സീൻ കോൺട്ര. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മനസ്സിലായില്ല? ഓ, എന്നാ സീനാണോ? ഓക്കേ, എന്താണ് സീന്? ആ സീനാണ് ഇപ്പൊ എടുക്കുന്നത്. സീൻ മാറ്റി എഴുതൂ. സീൻ മാറ്റി എഴുതൂ. സീൻ കോൺട്ര. സ്റ്റാർട്ട് ആക്ഷൻ കട്ട്. മൊത്തം കടിച്ചപ്പെട്ടത് റൗണ്ടാണല്ലോ ഇത് മുഴുവൻ. ചോദിക്കട്ടെ? ചോദിച്ചു. സിംഹള ഭാഷയിൽ വരെ അഭിനയിച്ച ഒരാളാണ് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ്. ശരി, തീർച്ചയായിട്ടും പറഞ്ഞോളൂ. എന്താണ് ചോദ്യം? ഇത്രയും സിനിമകളിൽ അഭിനയിച്ചതിൽ കയ്യിന്ന് പോയ സീനുകളെ കുറിച്ച് പറഞ്ഞാൽ മതി. തെലുങ്ക് സിനിമ മിക്കവാറും കയ്യിൽ നിന്ന് വിട്ടുപോയ സീനുകളാണ് മൊത്തം. എനിക്ക് ലോറി ഡ്രൈവർ എന്ന് പറഞ്ഞൊരു സിനിമയിൽ അതൊരു ആക്ഷൻ സീക്വൻസ് ആയിരുന്നു. ബാലകൃഷ്ണനാണ് ഹീറോ. ബാലകൃഷ്ണനെ പഞ്ച് ചെയ്ത് ഞാൻ നിലത്ത് വീഴുന്നു, കമന്ന വീഴുന്നു. അപ്പം ഒരു പൂച്ചട്ടി എടുത്തിട്ട് എന്റെ പുറത്തടിക്കണം. ദർ ആർ സോ മെനി വേസ്. അതൊരു ഡമ്മി പൂച്ചട്ടി വേണേ ആകാം. അപ്പൊ അതവിടെ ഇല്ലാഞ്ഞുകൊണ്ട് അവർ പറഞ്ഞു ഒരു വുഡൻ പ്ലാങ്ക് എന്റെ പുറത്ത് വെക്കാം. അപ്പം ബാലകൃഷ്ണ അതേലെ അടിക്കുള്ളൂ എന്ന് പറഞ്ഞു. ഞാൻ പറഞ്ഞു ഒന്നാമത് എനിക്ക് കാണത്തില്ല വേർ ഇറ്റ് ഈസ് കമ്മിങ് ഫ്രം, അതുകൊണ്ട് ഭയങ്കര റിസ്കിയാന്ന് പറഞ്ഞു. ഇല്ല, നോ പ്രോബ്ലം, ഡയറക്ടർ ഒരു കുഴപ്പമുണ്ടാവില്ല, അയാൾ നോക്കി അടിച്ചോളൂ എന്ന് പറഞ്ഞു. കറക്റ്റ് പുറലത്തെ പ്ലാങ്കിൽ അടിച്ചോളൂ എന്ന് പറഞ്ഞു. ഇയാള് ഇതെടുത്ത് പൊക്കിയെടുത്ത് ഒറ്റ അടി ഈ സൈഡിൽ കൊണ്ടിട്ട് എന്റെ ചെവിയുടെ ഇവിടെ കൂടെയാണ് ഈ സാധനങ്ങളെല്ലാം പീസ് പോയത്. കുറെ ഭാഗ്യത്തിന് തലയിൽ കൊണ്ടില്ല, അങ്ങനെയുള്ള കൈവിട്ടുപോയ സാധനങ്ങളുണ്ട്. ഒറിജിനൽ പൂച്ചട്ടി വിത്ത് മണ്ണായിരുന്നു. അല്ല, എന്നിട്ട് ഇങ്ങനെ ചോരയൊക്കെ വന്നു ഇവിടെയൊക്കെ കുറച്ച് കട്ട്സ് ഒക്കെ ആയി. ഭാഗ്യത്തിന് തലകിട്ട് കൊണ്ടില്ല. അന്ന് മിക്കവാറും അതുകൊണ്ട് ക്ലോസ് ആയി. നല്ലൊരു ഇച്ചിരി ആക്ഷൻ ഒക്കെ ചെയ്യുന്ന ഒരു നടനായിരുന്നു, പക്ഷെ പോയി. അതോടുകൂടി എനിക്ക് ബഹുമാനം പോയി കിട്ടിയത്. മലയാളത്തിൽ അങ്ങനെ കയ്യിൽ പോയതാ. കയ്യിൽ വിട്ടു പോകാവുന്ന ഒരു സീൻ ഉണ്ടായിരുന്നു, മരണക്കിണറ്റിൽ ബൈക്ക് ഓടിച്ചത്. അത് കയ്യിൽ വിട്ടു പോയതാണ്, അതൊരു രക്ഷയില്ല. കയറി കഴിഞ്ഞാൽ പിന്നെ ഇറങ്ങുന്നതിനും വരെ നോ ചോയ്സ്. അത് സ്വന്തമായിട്ട് ചെയ്യല്ലേ ചെയ്തത്? സ്വന്തമായിട്ട് ചെയ്തത്. അപ്പൊ ഞാൻ അതിനകത്തൊരു പ്രശ്നം എന്താ ചോദിച്ചാൽ, നമ്മളിങ്ങനെ വട്ടം കറങ്ങുമ്പോൾ തല കറങ്ങുമല്ലോ മരണം. പക്ഷെ ആ ഒരു ഇത് മാറി കിട്ടണ കുറെ പ്രാക്ടീസ് വേണം. ഞാൻ ആദ്യമായിട്ട് ഓടിക്കുമായിരുന്നു. ഇപ്പൊ തല കറങ്ങി, അപ്പൊ കംപ്ലീറ്റ് ബ്ലൈൻഡ് ആയി പോയി. പിന്നെ ഞാൻ ആ ഹാൻഡിൽ കുറച്ച് താഴേക്ക് വെച്ചിട്ട് താഴെ വന്നിട്ട് നിലത്ത് മുട്ടിയെന്ന് കണ്ടു കഴിഞ്ഞപ്പോൾ ഞാൻ ബൈക്ക് അങ്ങ് വിട്ടിട്ട് തലയിൽ ഇങ്ങനെ കൈ വെച്ചിരുന്നു. റൊമാൻസ് ഒക്കെ ചെയ്യാനോ ഭയങ്കര ഇഷ്ടം? തീർച്ചയായിട്ടും. ചില ആൾക്കാർ ഞാൻ പറയില്ല ഹൈലി റൊമാൻറ്റിക് എന്ന് ഞാൻ പറഞ്ഞില്ലേ, ഹൈലി റൊമാൻറ്റിക്. ഐ ഡോണ്ട് തിങ്ക് ഇറ്റ്സ് ഗോയിങ് ടു ബി സീൻ ഓൾസോ. ആ ഒരു ഏജ് കഴിഞ്ഞു പോയല്ലോ. അൺലെസ് ആരെങ്കിലും ഒരു 50+ വയസ്സ് പറഞ്ഞോ ആളുടെ ഒരു റൊമാൻറ്റിക് സ്റ്റോറി എടുക്കാൻ ആരെങ്കിലും അങ്ങനെ ഒരു സ്ക്രിപ്റ്റ് വരികയാണെങ്കിൽ മാത്രമേ ഇനിയും അത് വർക്ക്ഔട്ട് ആവുള്ളൂ. ആയ കാലത്ത് ആരും വിളിച്ചതുമില്ല, ആരും വിളിച്ചില്ല. ദാറ്റ്സ് എ ബിഗ് മിസ്. ഭയങ്കര സങ്കടം ഉണ്ടായില്ല. അതേ പറഞ്ഞു. ഞാൻ ഇടുക്കി ഗോൾഡിൽ പോലും ഒരു കിസ്സിങ് സീനൊക്കെയാണ് എനിക്ക് കിസ് ചെയ്യാൻ കിട്ടിയത്. ഒരു തേനീച്ചക്കൂടാ.
നമ്മളൊരു ഹീറോയിനെ തരൂ, ഷാഷിക്കിനോട് പറഞ്ഞു ഒരു ഹീറോയിനെ തരൂ, എന്താണ് തേനീച്ചയ്ക്ക് കേസ് കൊടുക്കുന്നത്? അന്ന് അങ്ങനെ ഡിമാൻഡ് ഒന്നും ചെയ്തിട്ടില്ല. സാധാരണ നായകവരെ ഡിമാൻഡ് ചെയ്യല്ലോ, എനിക്ക് 2 പാട്ട് വേണം, 2 ഫൈറ്റ് വേണം, അതുപോലെ ഞാൻ പാട്ടൊക്കെ അവോയ്ഡ് ചെയ്യുമായിരുന്നു. കാരണം ഞാൻ ചെയ്ത സിനിമകൾ ശ്രദ്ധിച്ചാലറിയാം പാട്ട് തീരെ ഇല്ല. അതെ, അതാ. പിന്നെ റൊമാൻസ് കുറവാണ്. ഞാൻ അങ്ങനെ ഒരു റിയൽ ലൈഫിൽ അങ്ങനെ ഒരു സിറ്റുവേഷൻ വളരെ റെയർ ആയിട്ട് ഉണ്ടാവാറില്ല. അതുകൊണ്ട് ഇച്ചിരി റിയലിസ്റ്റിക് ആവാൻ വേണ്ടിയിട്ട് ഉള്ള സിനിമകൾ, അന്നത്തെ ഒരു ചിന്താഗതി അങ്ങനെയായിരുന്നു. പക്ഷെ അതൊരു വലിയ ബിഗ് മിസ് ആയി പോയി. സങ്കടം മാറ്റാൻ വേണ്ടിട്ട് ഇപ്പൊ ഞാൻ നല്ലൊരു റൊമാൻറ്റിക് പാട്ടും കൂടെ വെച്ചേരട്ടെ. അതായിരിക്കും നല്ലത്. അത് കേട്ട് ഞാൻ കരയും. ഇപ്പൊ തിയേറ്ററിൽ ഹിറ്റ് ആയിരിക്കുന്ന 96 സിനിമയില്ലേ, കണ്ടിരുന്നത്? ഇല്ല, കണ്ടില്ല. തൃശ്ശയുടെയും വിജയ് സേതുപതിയുടെയും. ആണ്, കണ്ടില്ല, പടം കണ്ടില്ല. ഉഗ്രം പാട്ടാ. ആണല്ലേ? അത് വെച്ചോളൂ, നോ പ്രോബ്ലം, ഐ ബിലീവ് യു. ഭരതൻ, ഫാസിൽ പോലെയുള്ള മികച്ച സംവിധായകരുടെ സിനിമകളിലൂടെ മലയാള സിനിമയിൽ കാലെടുത്തു വെച്ച നടൻ ബാബു ആന്റണി. ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ഞാൻ ശാലിനി. ഒരു പക്കാ പൊൻകുന്നംകാരനായിട്ട് എത്ര വയസ്സ് വരെ ജീവിച്ചിട്ടുണ്ട്? ഞാൻ ഇപ്പോഴും പക്കാ പൊൻകുന്നംകാരനാണ് ശരിക്കും. മെന്റലി, ഫിസിക്കലി ആയിരിക്കാം ഡെഫിനറ്റ്ലി പൊൻകുന്നം. കാരണം നമുക്കത് മറക്കാൻ പറ്റത്തില്ല. കാരണം എനിക്ക് കിട്ടിയിരുന്ന അന്നത്തെ ആ ഒരു ഫ്രീഡം, റോഡിലൂടെ ഓടുക, മരത്തിൽ കയറുക, വെള്ളത്തിൽ ചാടുക, അതുപോലെ വലിയ കാവുങ്ങിലൊക്കെ കയറിയിട്ട് അടുത്ത കാവുങ്ങിലേക്ക് അവിടുന്ന് പകരുക, പിന്നെ പോസ്റ്റൽ കയറുക, തെങ്ങൽ കയറുക, ആ ഒരു ഫ്രീഡം ഉണ്ടല്ലോ, ആ ഒരു എക്സ്പോഷർ, അതാണ് എന്നെ ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്തിരിക്കുന്നത്. എത്ര വയസ്സ് വരെ അങ്ങനെ തനി പൊൻകുന്നംകാരനായിട്ട്? ഞാൻ പ്രീ ഡിഗ്രി വരെ അവിടെയാണ് പൊൻകുന്നംകാരൻ. അതിനുശേഷമാണ് പൂനെക്ക് പോയത്. ഗ്രാജുവേഷൻ. അതെ. എപ്പോഴും ആദ്യമായിട്ട് US പോയത്? 91-ലാണ്. US സ്ഥിരതാമസമായിട്ട് എത്ര നാളായപ്പോ? വന്നും പോയിരുന്നിരുന്നു. ഇപ്പൊ സ്ഥിരതാമസമായിട്ട് 4.5 years ആയി. 2014, just before that. എപ്പോഴും മനസ്സിലൊരു പൊൻകുന്നംകാരനാന്ന് പറഞ്ഞില്ലേ? ഈ പൊൻകുന്നംകാരന് US അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത എന്തൊക്കെ കാര്യങ്ങളുള്ളത്? അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റാത്ത ഒരു കാര്യങ്ങളും ഇല്ല. ഞാൻ വളരെ ഫ്ലെക്സിബിൾ ആണ്. ഫാമിലി എൻ്റെ കൂടെ ഇവിടെ 10 വർഷം ഉണ്ടായിരുന്നു പൊൻകുന്നത്ത്. എനിക്കിപ്പോ എന്തെങ്കിലും സംഭവിച്ചു കഴിഞ്ഞാൽ അവർക്ക് ഇവിടെ മാനേജ് ചെയ്യാൻ പറ്റത്തില്ല ഒറ്റയ്ക്ക്. ഞാനുള്ളപ്പോ ഓക്കെ, മനുഷ്യനല്ലേ, എനിത്തിങ് ക്യാൻ ഹാപ്പൻ അറ്റ് എനി ടൈം. അപ്പം then I decided to make them settle down there. അപ്പൊ അങ്ങനെ ഒരു സാഹചര്യത്തിൽ എനിക്കൊന്ന് വന്നാൽ തന്നെ അവർ മാനേജ് ചെയ്തോളൂ. സോ ഐ വാണ്ടഡ് ടു മേക്ക് ദം സേഫ്. അപ്പൊ ഞാൻ അവരെ അങ്ങോട്ട് ഷിഫ്റ്റ് ചെയ്തു. അപ്പൊ എന്റെ കരിയർ ഇങ്ങനെ വർഷങ്ങൾക്ക് ശേഷം പിക്ക് ചെയ്തതിന്റെ ഒരു സമയത്താണ് US ഞാൻ പോയത്. അപ്പൊ ഈയിടെ ജയം രവി ആയിട്ട് ഞാനൊരു പടം വർക്ക് ചെയ്തു, അടങ്കാൻ വരുമെന്ന് പറഞ്ഞിട്ട്. അപ്പൊ ജയം രവി എന്നോട് പറയാൻ, ബാബു ചേട്ടാ സമ്മതിച്ചു തരണം, ഇങ്ങനെ കരിയർ ഇത്രയും വെയിറ്റ് ചെയ്ത് കരിയർ പിക്കപ്പ് ചെയ്യുന്ന സമയത്ത് നിങ്ങൾ US പോയത്. എനിക്ക് US പോകാൻ ഇഷ്ടം, പക്ഷെ എനിക്ക് പേടിയാന്ന്. ഞാൻ ഹീറോ ഒക്കെയാണ്. ഞാൻ പറഞ്ഞു, you have to do what is supposed to be done at the right time. ഇത് ഇങ്ങനെ വന്നും പോയിരിക്കും. സിനിമ വരും പോകും, ചിലപ്പോൾ നമ്മൾ we won't make it, we may make it, but we have to go on with your life. വേറെ ആരൊക്കെ ഇതിന് ചീത്ത വിളിച്ചിട്ടുണ്ട്? ഈടെ സഞ്ജയ് എന്നോട് പറഞ്ഞു, സ്ക്രിപ്റ്റ് റൈറ്റർ ബോബി ഓൾസോ ടോൾഡ് മീ, ബാബു ചേട്ടാ ഇങ്ങനെ ഒളിച്ചിരിക്കുകയാണ്, ഇവിടെ വന്ന് ഒരുപാട് പടങ്ങൾ ചെയ്യും. നമ്മൾ സഞ്ജയ്, you can do selected movies, you don't want to spend too much time on bad movies, or you get money, പക്ഷെ money is not everything. ഞാൻ വലിയ റിച്ച് ഒന്നല്ല കേട്ടോ, I'm just an average day to day whatever, അത് നമ്മൾ അങ്ങ് പോകുന്നേ ഉള്ളൂ. US ആയതുകൊണ്ട് മാത്രം ഏതെങ്കിലും നല്ല നല്ല റോൾസ് ഒക്കെ നഷ്ടപ്പെട്ടിട്ടുണ്ടോ? ഉണ്ടാകാം, പക്ഷേ ഐ തിങ്ക് ചില റോളുകൾ നമ്മളെ തന്നെ വേണം എന്ന് അവർക്കൊരു നിർബന്ധം. അങ്ങനെയുള്ള പടങ്ങൾ ചെയ്യുന്നത് നമുക്കൊരു രസമുണ്ട്. അപ്പൊ അങ്ങനെയുള്ള വരാറുണ്ട്. പക്ഷെ മിസ്സായിരിക്കാം, ഡെഫിനറ്റ്ലി എന്തെങ്കിലുമൊക്കെ ഡെഫിനറ്റ്ലി മിസ്സായിരിക്കാം. ഇത്രയും നാളത്തെ 10-32 വർഷത്തെ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോഴും ഇഷ്ടമുള്ള സ്ക്രിപ്റ്റ് വന്നിട്ടുണ്ടാവും അല്ലേ? ഈ സ്ക്രിപ്റ്റില് എന്തെങ്കിലും കാരണം കൊണ്ട് നമ്മൾ പറയില്ലേ, തന്റേതല്ലാത്ത കാരണത്താൽ നഷ്ടപ്പെട്ട സ്ക്രിപ്റ്റ് എന്നൊക്കെ പറയില്ലേ, അങ്ങനെ ഉണ്ടായിട്ടുണ്ടോ? അത് ഞാൻ ആലോചിക്കട്ടെ, എന്തെങ്കിലും പടം എനിക്ക് നഷ്ടപ്പെട്ടു എന്ന് തോന്നിയത്. നമുക്ക് റിഗ്രറ്റ് ഉണ്ടാവേ. ഐ തിങ്ക് ന്യൂ ഡൽഹി മിസ് ഒരു സിനിമ എനിക്ക് മിസ് ചെയ്ത സിനിമയാണ്. അത് പിന്നെ US ആയിരുന്നോണ്ടല്ല, ഒരു കമലഹാസന്റെ കൂടെ ഒരു ABM പ്രൊഡക്ഷന്റെ ഒരു സിനിമ ആ സമയത്ത് കമ്മിറ്റ് ചെയ്തിരുന്നു. പക്ഷെ ആ ഷൂട്ടിങ്ങും മാറി വെച്ചു, ഇത് മിസ്സാവുകയും ചെയ്തു. ദാറ്റ് വാസ് എ ബിഗ് മിസ്. എല്ലാവരും ഇവിടെ നമ്മൾ അഭിനയിക്കാനും പേരെടുക്കാനും അല്ലേ വന്നിരിക്കുന്നത്. അപ്പോൾ ദേ ഷുഡ് ഓൾസോ ഹാവ് ദെയർ ഷെയർ. അതുകൊണ്ട് ഞാൻ എപ്പോഴും എനിക്ക് ഒരുപാട് ഫ്രണ്ട്സ് ഫിലിം ഇൻഡസ്ട്രിയിലുണ്ട്. അതർ ലാംഗ്വേജിലാണെങ്കിൽ ഇപ്പോൾ രജനീകാന്തും കമലഹാസനും സത്യരാജും, തെലുങ്കിലാണെങ്കിൽ ചിരഞ്ജീവി, നാഗാർജുന, ഇവരുടെ എല്ലാവരുടെയും കൂടെ ഞാൻ, വെങ്കടേഷ്, എല്ലാവരുടെയും കൂടെ ഒരുപാട് സിനിമകൾ ചെയ്തിട്ടുണ്ട്. അപ്പം അവരൊക്കെ നമുക്ക് വേണേൽ വിളിക്കാം, ആണെങ്കിൽ അടുത്ത പടത്തിൽ നമുക്കൊരു സംഭവം ചെയ്യണമെന്ന്. പക്ഷെ ഞാൻ അങ്ങനെ ചെയ്യാറില്ല. കാരണം ഒന്നാമത് ഇറ്റ്സ് ഫോഴ്സിങ്, ഗേറ്റ് ക്രാഷിംഗ് ആണ്. ഐ ഡോണ്ട് ഫീൽ ഗുഡ് അബൌട്ട് ഇറ്റ്. പിന്നെ അത് തന്നെയല്ല, ദെയർ ആർ ലോട്ട് ഓഫ് ആക്ടേഴ്സ്. നമ്മളെല്ലാവരുടെയും കൂടെ ഓപ്പർച്യൂണിറ്റി നമ്മൾ പിടിച്ച് എടുക്കേണ്ട കാര്യമില്ല. ഇത് വി ആർ നോട്ട് ഗോയിങ് ടു ടേക്ക് ഇറ്റ് എനിവേ. വെരി വാലിഡ് പോയിന്റ് ഔട്ട് ചെയ്തത് സാക്ഷാൽ ബാബു ആന്റണി ഇന്ന് സ്റ്റാർ ജാമിലെ നമ്മുടെ ഗസ്റ്റ്. കൂടെ ഞാനും ശാലിനിയുടെ മാത്രം ടൺ കണക്കിന് ഫൺ. സിനിമാ ജീവിതത്തിലെ 10-32 വർഷത്തെ കഥകളാണ് ഇന്ന് ക്ലബ് FM സ്റ്റാർ ജാമിലെ ഗസ്റ്റ് നമ്മളുടെ അടുത്ത് പറയുന്നത്. ഗസ്റ്റ് ആരാന്നറിയോ? ബാബു ആന്റണി. കൂടെ ഞാനും ശാലിനി. ഒരു കാര്യം
കാര്യം ചെയ്യട്ടെ, 80s സിനിമയിൽ വരുന്ന സമയത്തെ അന്നത്തെ ഒരു നായക സങ്കല്പത്തിന്റെ രൂപമായിരുന്നില്ല ബാബുചേട്ടന്. തീർച്ചയായിട്ടും അത് വേഷം നോക്കുകയാണെങ്കിലും ആറ്റിറ്റ്യൂഡിന്റെ കാര്യത്തിലാണെങ്കിലും എല്ലാത്തിലും യു ആർ ഡിഫറെന്റ്. ഇങ്ങനെ അലൂഫായിട്ട് നിൽക്കും അന്നത്തെ നായക നേരെ. ഞാൻ കണ്ണാടി നോക്കിട്ട് ശരിക്കും എന്നെ അസസ് ചെയ്ത ഒരു കാർട്ടൂൺ സിനിമയിൽ അഭിനയിക്കാൻ പറ്റിയ ഒരു രൂപം. ആരെങ്കിലും ഒക്കെ പറഞ്ഞിട്ടുണ്ടോ ബാബു ആന്റണി പേടിയാന്ന്? ഒരുപാട് പേര് പറഞ്ഞു. പ്രത്യേകിച്ച് ഇപ്പൊ ഈ ചെയ്യുന്ന തമിഴ് സിനിമകൾ, കാക്കമുട്ട എന്ന് പറഞ്ഞിട്ട് പടം ചെയ്തപ്പോ മണികണ്ഠൻ എന്ന് പറഞ്ഞ ഡയറക്ടറാണ്. നമ്മൾ ഇപ്പൊ അത് പ്രൊഡ്യൂസ് ചെയ്ത് ധനുഷും വെറ്റുമാറിനും വിടാണ്. എന്നോട് കഥ പറയാൻ വിളിച്ചപ്പോൾ ഞാൻ പുള്ളിയോട് ചോദിച്ചു, വായ് മീ, അവിടെ ഉണ്ടല്ലോ ഇഷ്ടംപോലെ ആൾക്കാർ. ഇദ്ദേഹം പുള്ളി എന്നോട് എന്റെ ചേട്ടാ എന്നാ ചേട്ടാ ഇത് അന്ത പൂഴി വാസലെ പാത്തിട്ട് എനിക്ക് 2 വാരം ജ്വരം. അയ്യോ, പനി പിടിച്ചു. അപ്പൊ സീ ഓൾ ദിസ് യങ് ഡയറക്ടേഴ്സ് നൗ ദേ ഹാവ് സീൻ ഓൾ ദീസ് മൂവീസ്. അപ്പൊ അവർക്കൊക്കെ ഒന്ന് നമ്മളെ മറക്കാൻ ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്. അങ്ങനെ നമുക്ക് റോളുകൾ കിട്ടാറുണ്ട്. ഇപ്പൊ സൂര്യൻ വാസ് എ വെരി ബിഗ് ഹിറ്റ്. പിന്നെ അത് കഴിഞ്ഞിട്ട് വിണ്ണെ താണ്ടി വരുവായ, കാക്കമുട്ടായി, കാഞ്ചന. മലയാളത്തിലെ പോലെ തന്നെ ദൈവം അനുഗ്രഹിച്ച് നമുക്ക് നല്ല കുറെ തമിഴ് സിനിമകളും തെലുങ്ക് സിനിമകളും ഹിന്ദി സിനിമകളും ഒക്കെ ചെയ്യാൻ പറ്റും. ഒരു പടത്തിന് എന്നെ പിക്ക് ചെയ്യാൻ വന്ന ഹോട്ടലിൽ നിന്ന് പിക്ക് ചെയ്യാൻ വന്ന ഡ്രൈവർ എന്നെ കണ്ട് ഇങ്ങനെ അന്തം വിട്ട് നിൽക്കുകയാണ്. സാർ നീങ്ക തന്നെ അന്ത ആള് പൂഴി വാസല്ലേ എന്നെ സാർ, എനക്ക് ജ്വരം എന്താ അവനും പനി വന്നു. ഇത് മലയാളത്തിൽ ആരെങ്കിലും പറഞ്ഞിട്ടുണ്ടോ? മലയാളത്തിൽ ഇഷ്ടംപോലെ ആൾക്കാർ പെട്ടി പിള്ളേർ പേടിച്ചു പോയിട്ടുണ്ട്. പൂന് പുതിയ പൂന്നെല്ലാം കണ്ടിട്ട് ഉറങ്ങാതെ ഒരു രാത്രികൾ കഴിഞ്ഞ കാര്യങ്ങൾ ഒത്തിരി പേര് പറഞ്ഞിട്ടുണ്ട്. അത് നിഴല് കാണുമ്പോഴേ. അതെ. പിന്നെ ഹത്യ കണ്ടിട്ട് ബോംബെയിലൊക്കെ ഒരു ഇത് തന്നെ വന്നായിരുന്നു. ബച്ച സോജനായിട്ട് ബോബ് ആന്റണി ആ ജയക, അങ്ങനെ ഒരു ആൾക്കാർ പറയുന്ന ഒരു സിറ്റുവേഷനൊക്കെ ഉണ്ടായിരുന്നു. അന്ന് ഈ വില്ലൻ ലുക്ക് കുറച്ചുകൂടി ഒന്ന് സ്റ്റാമ്പ്ഡ് ആവാൻ വേണ്ടിട്ട് കയ്യിന്ന് വേറെ എന്തൊക്കെ സാധനങ്ങൾ ഇട്ടിട്ടുണ്ട്. കയ്യിന്ന് മീൻ ലുക്ക് ഐ യൂസ് മൈ ഐസ് ചെയ്തിട്ടുണ്ട്. പേടിപ്പിക്കാൻ എനിക്ക് പറ്റില്ല. ഇവിടെ ഒന്ന് പേടിച്ച് അലറി കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാവും. ഒന്നാമത് റേഡിയോ ആയതുകൊണ്ട് ഞാൻ മാത്രമേ കാണുന്നുള്ളൂ. അതെ. പിന്നെ ബോഡി ലാംഗ്വേജ്, പ്രത്യേക വേ ഓഫ് വാക്കിംഗ്, നിൽക്കുന്നത്, നോക്കുന്നത്, അങ്ങനെയൊക്കെയുള്ള. പിന്നെ ഡയലോഗിന്റെ കാര്യത്തിൽ ഒരു ആവശ്യമുള്ള ഡയലോഗ്സ് പറയുക, ഒരു കണക്കുണ്ടല്ലോ, ഒരു എക്കോണമി. അങ്ങനെ ഒരു വില്ലൻ ഇന്ത്യൻ സിനിമയിൽ അന്ന് വന്നിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു അട്ടഹസിക്കുന്ന, അലറുന്ന, അല്ലെങ്കിൽ ഒരു 2-3 പേരെ റേപ്പ് ചെയ്യുന്ന, അല്ലെങ്കിൽ അതുപോലുള്ള ഒരു വില്ലൻ കഥാപാത്രങ്ങളാണ് വന്നുകൊണ്ടിരുന്നത്. പക്ഷെ അങ്ങനെ എനിക്ക് ചെയ്യാൻ താല്പര്യമില്ലായിരുന്നു. കാരണം ഈ റേപ്പ് എന്നൊക്കെ പറയുന്നത് ഞാൻ ചെയ്യില്ലായിരുന്നു. അങ്ങനെയുള്ള സിനിമകൾ വരുമ്പോൾ ഞാൻ അവോയ്ഡ് ചെയ്യും. അന്നും അങ്ങനെ ഒരു ഡിമാൻഡ് ഉണ്ടായിരുന്നു. പക്ഷെ അത് കുറെയൊക്കെ ഒരുപാട് മാറിയത് നമ്മളെ പോലുള്ള ആൾക്കാരെ കണ്ടിട്ടാണെന്ന് എനിക്ക് തോന്നുന്നു. ഇപ്പൊ അങ്ങനെ ഒരു ട്രെൻഡ് കംപ്ലീറ്റ് പോയി. ഞാൻ പൊതുവെ കേട്ടിട്ടുണ്ട് ഈ സിനിമയിൽ വില്ലത്തരം കാണിക്കുന്നവരൊക്കെ ജീവിതത്തിൽ ഭയങ്കര പാവായിരിക്കും. അങ്ങനെ നിർബന്ധമൊന്നുമില്ല, അതൊക്കെ വെറുതെ പറയാം. നമ്മളെങ്ങനെയാ? ഞാൻ ആരും ഉപദ്രവിക്കാറില്ല. ഒരു വില്ലനായിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരാള് നന്നാവണമെന്നോ മോശമാവണമെന്നില്ല. ഹീറോ ആയിട്ട് അഭിനയിച്ചുകൊണ്ട് ഒരാൾ നല്ല ആളാണെന്നോ മോശമാവണമെന്നില്ല. ഇറ്റ്സ് ബേസിക്കലി ആക്ടിങ്. ഇറ്റ്സ് വാട്ട് യു ആർ ഇസ് യു ആർ. ഈ വില്ലൻ ജീവിതത്തിൽ ഹീറോ ആണ്. ഐ ഡോണ്ട് നോ, ഐ ഹാവ് നോ ഐഡിയ. ശരി, ഇപ്പൊ കേൾക്കാൻ ഇഷ്ടമുള്ള ഒരു പാട്ട് പറയോ? അത് വെച്ചാരാ. ഒരു നിമിഷം തരൂ നിന്നിലലിയാൻ. എനിക്ക് പാടി തന്നാലേ മനസ്സിലാവുള്ളൂ. അത് ശരി. ഞാൻ ഭയങ്കര ഡിമാൻഡിങ്. ഞാൻ ഓർക്കുന്നില്ല, അറിയാവുന്ന ലൈൻ പാടിത്തരാം. ഒരു യുഗം തരൂ നിന്നെ അറിയാ പോരെ. ഇനി ബാക്കി നമുക്ക് യേശുദാസിന്റെ ശബ്ദത്തിൽ കേൾക്കാട്ടോ. വെൽക്കം ബാക്ക് ടു സ്റ്റാർ ജാം. ശാലിനിയാണ് കൂടെ. ഞാനാണ് ബാബു ആന്റണി. സ്റ്റാർ ജാം fill in the blanks. ഇത് ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് റൗണ്ട് ആണ്. എന്റെ അമ്മേ. ക്വസ്റ്റ്യൻ നമ്പർ 1. എനിക്ക് ഡാഷ് നമ്പർ ഓഫ് മാർഷൽ ആർട്സ് അറിയാം. ജൂഡോ, ഐക്കിഡോ, ജിജിറ്റ്സു, കുംഫു, പിന്നെ MMA, തായ്ക്കണ്ടോ, കളരിപ്പാറ്റ്. ഇത് പറഞ്ഞത് വെച്ചിട്ട് എഴുന്നുണ്ട് കേട്ടോ. എണ്ണിയപ്പോ എന്റെ അഭിപ്രായത്തിൽ ലോകത്തിലെ ഏറ്റവും ഡെഡ്ലിയസ്റ്റ് മാർഷൽ ആർട്ട് ഡാഷ് ആണ്. MMA, മിക്സ് മാർഷൽ ആർട്സ്, വെരി ഡേഞ്ചറസ്. റേഡിയോ ആയതുകൊണ്ട് ഞാനൊന്നും ചെയ്യിപ്പിക്കണമൊന്നുമില്ല, അല്ലെങ്കിൽ ഞാൻ കാണിച്ചു തരാൻ പറഞ്ഞത്. ഞാൻ സിനിമയിൽ ഇടികൂടിയതിൽ ഓപ്പോസിറ്റ് നിൽക്കുന്നതിൽ ഏറ്റവും ആക്ഷൻ ടൈമിംഗ് ഉള്ള സ്റ്റാർ ഡാഷ് ആണ്. ചിരഞ്ജീവി ഉണ്ട്, മോഹൻലാൽ ഉണ്ട്, സത്യരാജ് ഉണ്ട്. There are so many of them. തീരെ ടൈമിംഗ് ഇല്ലാത്തതോ? ഞാൻ പറയുന്നില്ല. പേടിയുണ്ടെന്നല്ല പറഞ്ഞിട്ട് കാര്യമില്ല. ശരി, മൈ കോഫി ചെയ്തിട്ട് പേഴ്സണലായിട്ട് പറഞ്ഞോ. അത് ശരി, പുള്ളി ഇപ്പോഴും സിനിമയിലുണ്ടോ? ഉണ്ടാകണം. ഹിന്ദി തരുമെന്നൊക്കെ പറഞ്ഞാൽ ബുദ്ധിമുട്ടാവും. ശരി, ആട് തോമയ്ക്ക് മുട്ടനാടിന്റെ ചങ്കിലെ ചോര പോലെ ഡാഷ് ആണെന്റെ ജീവൻ ടോൺ. Of course, rice. ശരിക്കും റൈസ് ആയിട്ട് ഇതൊക്കെ ചെയ്യുന്ന ഒരു റൈസ് ഒക്കെ അധികം കഴിക്കാൻ പാടില്ല. കണക്കിന് കഴിച്ചാ പോരെ. കാർബോഹൈഡ്രേറ്റ്സ് അല്ലേ? അവൻ കണക്കിന് കഴിച്ചാൽ മതി, ഒരുപാട് കഴിക്കണ്ടെന്നേ. ഓ ശരി. ഒരു പരിധി ഉണ്ട് എല്ലാത്തിനും. ബാക്കിയുള്ളവരെ കൂടെ കഴിക്കാൻ അനുവദിക്കുക. വെട്ടി വിഴുങ്ങരുത്. ഡാഷ് ആണ് എനിക്ക് ഏറ്റവും മടിയുള്ള കാര്യം. ഒരു കല്യാണത്തിനൊക്കെ വിളിച്ചാൽ പോവുക, അതൊക്കെ ഭയങ്കര മടിയാണ്. അല്ലെ എന്തെങ്കിലും ഫംഗ്ഷന് വിളിച്ചാൽ പോവുക, ഭയങ്കര മടിയാണ്. ഇന്റർവ്യൂവിന് വിളിച്ചാലും മടിയാണ്. പെട്ടെന്ന് വിടാനുള്ള സൂചനയാണ്.
ഡാഷ് എനിക്ക് പേടിയാണ്. എനിക്ക് ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ആൾക്കാരെ പേടിയാണ്. അങ്ങനത്തെ ആൾക്കാർ സിനിമയിലുണ്ടോ? ഇഷ്ടം പോലെ സിനിമയിൽ കുറവാണ്, പക്ഷെ നമ്മുടെ ജീവിതത്തിൽ കാണാറുണ്ട്. സിനിമയിൽ നമ്മൾ അത്ര ഒരു ഇന്ററാക്ഷൻസ് നമ്മുടെ ഒരു പേഴ്സണൽ ലൈഫിലേക്കൊന്നും അവർ വരാറില്ല. പക്ഷെ നമ്മുടെ ചുറ്റുമുള്ള ചില ആൾക്കാരുണ്ട് ഡബിൾ സ്റ്റാൻഡേർഡ് ഉള്ള ജലസി ആയിട്ടുള്ള ആൾക്കാർ. വെരി ഡേഞ്ചറസ് ആണ് അവർ. ഞാൻ ഏറ്റവും കൂടുതൽ പൈസ ചെലവാക്കുന്നത് ഡാഷിന് വേണ്ടിയാണ്. സത്യം പറഞ്ഞാൽ ഞാൻ അങ്ങനെ പൈസ ചെലവാക്കാറില്ല. സത്യം. കാരണം you need to do so many other things with money. യാത്രകൾ ഓഫ് കോഴ്സ് കുറേ പോയിട്ടുണ്ടോ യാത്ര? ഒരുപാട് യാത്ര ചെയ്തിട്ടുണ്ട്. ഇപ്പൊ ഒന്ന് സെറ്റിലായി. ഇപ്പം ഈ യാത്ര തന്നെ വലിയൊരു യാത്രയാണ്. ഇന്ത്യ അമേരിക്ക. എത്ര 16 hours? ഓൾമോസ്റ്റ് 24 hours. ഒരു ദിവസം പോയി കിട്ടി. പിന്നെ എയർപോർട്ടിൽ പോകുന്ന സമയം തിരിച്ചു വരുന്ന സമയം നമ്മുടെ ഒരു 1.5 ദിവസം പോയി കിട്ടി. 1.5 ദിവസം നമ്മുടെ യാത്രയാണ്. എന്റെ സ്വഭാവത്തിൽ എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള കാര്യം ഡാഷ് ആണ്. മണ്ടന്മാരോട് ഞാൻ സംസാരിക്കാറില്ല. ഒഴിവാക്കും. അടുത്ത ഞാൻ ചോദിക്കട്ടെ, ഒട്ടും ഇഷ്ടമില്ലാത്ത കാര്യം ഡാഷ് ആണ്. ഇഷ്ടമില്ലാത്തത് മണ്ടന്മാരോട് സംസാരിക്കുന്നത്. ചോദ്യം മാറ്റി പിടിക്കണമായിരുന്നു. എനിക്ക് അടുത്ത ചോദ്യം, എന്റെ മക്കൾക്ക് ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്ന ഒരു മെസ്സേജ് ഡാഷ് ആണ്. ഏറ്റവും ഞാൻ കൊടുക്കാൻ ആഗ്രഹിക്കുന്നത് ടു ബി ഹംബിൾ ആൻഡ് ടു ബി നൈസ് വിത്ത് പീപ്പിൾ. ഓക്കെ, എനിക്കൊരു വലിയ സ്വപ്നമുണ്ടെങ്കിൽ അത് ഡാഷ് ആണ്. അതൊരു ബിഗ് ഹോളിവുഡ് ഫിലിമിൽ അഭിനയിക്കുക എന്നുള്ളതാണ്. Wow. അതിനുവേണ്ടി ഞാൻ മസിൽ പിടിച്ച് ഓഡീഷൻ കൊടുക്കാനൊന്നും ഞാൻ പോയിട്ടില്ല. ഇതുവരെ ഞാൻ ട്രൈ ചെയ്തിട്ടില്ല. ഇഫ് ഇറ്റ് കംസ് ഇറ്റ് കംസ്. ഐ ഓൾറെഡി ഹാവ് എ ജോബ്, സോ ഐ എം ഹാപ്പി വിത്ത് ദാറ്റ്. ഓൾ ദി വെരി ബെസ്റ്റ്. ആൻഡ് താങ്ക് യു സോ മച്ച്. അതിന് കിട്ടാനായിട്ട് ആ സ്വപ്നം എത്രയും പെട്ടെന്ന് നടക്കട്ടെ. എനിക്കാണെങ്കിൽ നാക്കുണ്ട്. ഓ മൈ ഗുഡ്നസ്. കരുനാക്കാം. നേരത്തെ പറഞ്ഞൊക്കെ ഫലിക്കുവോ? പറയാൻ പറ്റൂല. എല്ലാ കാലത്തും മലയാളത്തിന്റെ ആക്ഷൻ ഹീറോ ആരെന്ന് ചോദിച്ച ഒറ്റ പേരെ പറയാനുള്ളൂ മലയാളികൾക്ക്. അതാണ് ബാബു ആന്റണി. ഇന്ന് ക്ലബ് എഫ് എം സ്റ്റാർ ജാമിൽ എന്റെ ഗസ്റ്റ് ഞാൻ ശാലിനി. ഈ റൗണ്ടിന്റെ പേര് യു ആർ അണ്ടർ അറസ്റ്റ് എന്നാണ്. ഞാൻ ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് തക്കിട തരികണമെന്നും പറയരുത്. അമിതാഭ് ബച്ചനെ ഇഷ്ടപ്പെട്ട് അത്രയും ഹൈറ്റ് ഉള്ള ഒരാള് സിനിമയിലേക്ക് വരിക ചെയ്തത്. അപ്പൊ ഈ 32 വർഷത്തെ ബാബുചേട്ടന്റെ ഒരു കരിയർ എടുത്ത് നോക്കുമ്പോ ആർ യു സാറ്റിസ്ഫൈഡ്? Definitely, yes. I could have done many more movies, but it's okay. എപ്പോഴെങ്കിലും ബാബുചേട്ടൻ വിചാരിച്ചിട്ടുണ്ടോ ആദ്യകാലത്തൊക്കെ എപ്പോഴും ഈ വില്ലൻ റോൾ ചെയ്യുമ്പോഴേ ഞാനിത് സ്റ്റാമ്പ് ചെയ്യപ്പെടുവോ വില്ലനായിട്ട് മാത്രം എന്നൊക്കെ? ഇല്ല, അങ്ങനെ ഒരു ചിന്താഗതി എനിക്കില്ലായിരുന്നു. കാരണം ഐ വാസ് ഡൂയിങ് മൈ ജോബ്. എനിക്കറിയായിരുന്നു വൺ ഡേ ഐ വിൽ ബിക്കം എ ഹീറോ. ഐ വാസ് വെയിറ്റിംഗ് ഫോർ ദ റൈറ്റ് ഓപ്പർച്യൂണിറ്റി. ആദ്യമായിട്ട് ഹീറോ ആയിട്ട് വിളിച്ചപ്പോ എന്തായിരുന്നു? ഐ വാസ് ഹാപ്പി. കാരണം ഉപ്പുകണ്ടം ബ്രദേഴ്സ്, ഗാന്ധാരി, അതുപോലെ തന്നെ MP സുകുമാരൻ നായരുടെ ശയനം, അപരാനം, അതൊക്കെയാണ് ലീഡ് വേഷങ്ങൾ ചെയ്തത്. പിന്നെ അത് ഫ്ലീറ്റ് ഓഫ് ദാദ, ചന്ത, കടൽ എന്നൊക്കെ പറഞ്ഞിട്ട് അങ്ങനെ കുറെ നാള് വില്ലനായിട്ട് ചെയ്തതിന് ശേഷമാണല്ലേ ഒരു മെയിൻ സ്ട്രീം നായകനായിട്ട് വന്നത്. 7 years. എക്സാക്ട്ലി. അപ്പൊ 7 years എപ്പോഴെങ്കിലും ഒക്കെ ആരെങ്കിലും ഒക്കെ ഉപദേശിച്ചിട്ടുണ്ടോ നീ ആയിട്ട് ചോദിച്ചാലേ റോള് കിട്ടുള്ളൂ എന്നൊക്കെ ഉള്ള രീതിയിൽ? ഒരുപാട് പേര് പറയാറുണ്ട് PR വർക്ക് നമ്മൾ തന്നെ ചെയ്യണം, ഒരുപാട് പേരെ കോൺടാക്ട് ചെയ്യണം, എപ്പോഴും ആൾക്കാരെ വിളിച്ചോണ്ടിരിക്കണം. അതൊന്നും ഞാൻ ചെയ്തില്ല. പിന്നെ എന്തായിരുന്നു ചെയ്യണ്ടായിരുന്നത്? ഒന്നും ചെയ്തില്ല. ഐ വാസ് വെയിറ്റിംഗ്. ഞാനൊരു ജോലി ചെയ്യും, അതിന്റെ റിസൾട്ട് കൊണ്ട് അടുത്ത പടം കിട്ടുന്ന ഒരു വെയിറ്റിംഗ്, അത്രേ ഉള്ളൂ. ഒരിക്കൽ പോലും ആരുടെ അടുത്തും ചോദിച്ചിട്ടില്ല ഒരു റോള് തരുമെന്ന്? ഒരു സമയത്ത് ഞാൻ ചോദിച്ചിട്ടുണ്ട്. ഒരു സമയത്ത് എന്റെ കരിയർ വെന്റ് ഡൗൺ ക്വൈറ്റ് എ ലോട്ട്. ഒരു 10-20 സിനിമകൾ ക്യാൻസൽ ആയി പോയി. അപ്പോൾ ഐ വാസ് ഇൻ ബിഗ് ട്രബിൾ. നമ്മുടെ കൂടെ വർക്ക് ചെയ്തിരുന്ന ആൾക്കാരൊക്കെ ഡയറക്ടേഴ്സും പ്രൊഡ്യൂസേഴ്സും ഒക്കെ ആയിരുന്നു. അങ്ങനെ 1-2 പേരോട് ഞാൻ ചോദിച്ചപ്പോൾ അവർ സഹായിച്ചില്ല. സഹായിക്കുന്ന പ്രതീക്ഷ ആൾക്കാരായിരുന്നോ? സഹായിക്കുന്ന ഡെഫിനറ്റ്ലി പ്രതീക്ഷിച്ച ആൾക്കാരാണ്. അല്ലെങ്കിൽ നമ്മൾ ചോദിക്കില്ലല്ലോ. ഞാൻ പറഞ്ഞിടാ അത് നമുക്ക് ഇച്ചിരി പ്രശ്നമാണ്, ഒരു നിന്റെ അടുത്ത് നല്ലൊരു സംഭവം എനിക്ക് നീ തരണം. നോക്കാടെ ആലോചിക്കാം എന്നൊക്കെ പറഞ്ഞ് പോയിട്ട് അല്ലാതെ പിന്നെ ഒന്നുമില്ല. ഈ ഫോൺ വിളിച്ചെടുക്കാതിരിക്കുക അങ്ങനെയൊക്കെ അതൊക്കെ ചെയ്തിട്ടുണ്ട്. ആണോ? ഐ ബീൻ ഇൻസൾട്ടഡ് മെനി ടൈംസ്. അന്ന് ഐ എം ഹാപ്പി, വെരി ഹാപ്പി, ബിക്കോസ് ഐ പ്രൂവ്ഡ് മൈസെൽഫ് ബാക്ക്. അവർക്കൊരു ആൻസർ കൊടുത്തു, നീ ഒന്നും വേണ്ടടേ, നമുക്ക് വേണ്ട റോഷനെ പോലുള്ള ആൾക്കാർ വേറെ ഉണ്ട് ഇവിടെ. അതുപോലെ ഒരുപാട് നല്ല നല്ല ഡയറക്ടേഴ്സ് എനിക്ക് ഓപ്പർച്യൂണിറ്റി തന്ന ഡയറക്ടേഴ്സ്, അവരൊന്നും എനിക്ക് അറിയത്ത് പോലുമില്ല. കാക്കമുട്ടായി, പെണ്ണെത്താണ്ടി വരുവായ, അവരൊന്നും ഞാൻ കണ്ടിട്ട് ജീവിതത്തിൽ പോലും കണ്ടിട്ടില്ല. റോഷനെ പോലും ഞാൻ ആകെ ജീവിതത്തിൽ 1-2 പ്രാവശ്യമാണ്. ബോബി സഞ്ജയനെ ഞാൻ കണ്ടിട്ടേ ഇല്ല. സീ ദ ഡിഫറൻസ്. നമ്മളെ അറിയാവുന്ന നമ്മളെ കൂട്ടത്തിൽ നിന്ന ആൾക്കാർ ആരും നമുക്കൊരു ജോബും തന്നിട്ടില്ല. പക്ഷേ ദിസ് പീപ്പിൾ ദേ ജസ്റ്റ്. ഞാൻ വിചാരിച്ചു മിഖേലിന്റെ വർക്ക് വന്നപ്പോൾ ഞാൻ ക്യാരവനിരുന്ന് മേക്കപ്പ് ചെയ്തോണ്ടിരിക്കുക. അപ്പം ഹനീഫ് കയറി വന്നു. പുള്ളിയെ കാണാൻ ഒരു ആർട്ടിസ്റ്റ്, ഒരു സുന്ദരനാ. അപ്പൊ ഞാൻ വിചാരിച്ചു അഭിനയിക്കാൻ വന്നതാണെന്ന്. അപ്പൊ ഞാൻ ചോദിച്ചു നിങ്ങൾ മേക്കപ്പ് മാനിരുന്നു. അതാണ്. അങ്ങനെ ഒരിക്കലും നമുക്ക് ഇപ്പം വെറ്റിമാരൻ പ്രൊഡ്യൂസ് ചെയ്ത സിനിമയാണ് കാക്കമുട്ട. ഐ നെവർ സീൻ ഹിം. ഞാൻ ചോദിച്ചു ലൊക്കേഷനിൽ ഒരു ദിവസം വെറ്റിമാരൻ വന്നു എന്ന് പറഞ്ഞു. അപ്പൊ ഞാൻ ചോദിച്ചു മണികണ്ഠനോട് ചോദിച്ചു എവിടെ വെറ്റിമാരൻ ഉണ്ട്, ഞാൻ തപ്പി നടക്കാം. ചേട്ടാ ആണ്ട് നിൽക്കുന്നു പറഞ്ഞു. പുള്ളി ഒരു ലൈറ്റിന്റെ ചോട്ടിൽ നിൽപ്പുണ്ട്. അതും പ്രൊഡ്യൂസർ മാത്രമാണ്. വെരി നൈസ് ഡയറക്ടർ, വെരി നാഷണൽ അവാർഡ് കിട്ടിയ ഡയറക്ടർ അല്ലേ. ആടുകളൊക്കെ നമ്മളുടെ വർക്ക് നമുക്ക് വേണ്ടി സംസാരിക്കുന്നു പറയുന്നതാണല്ലേ. അതെ, അതാണ് ഏറ്റവും നല്ലത്. കാരണം അതർവൈസ് ഇറ്റ് ഡസന്റ് വർക്ക്. പിന്നെ നമ്മൾ ആൾക്കാരെ ഫോഴ്സ് ചെയ്ത് ഓബ്ലിഗേഷൻസും ഒരുപാട് പ്രശ്നങ്ങളുണ്ടാവും. പൊതുവേ ഞാൻ കേട്ടിട്ടുണ്ട് സിനിമ ഇൻഡസ്ട്രിയിൽ സൗഹൃദങ്ങളൊന്നും ശാശ്വതമല്ലാന്ന്. അത് ബാബുചേട്ടൻ എപ്പോഴെങ്കിലും സിനിമയിൽ കറക്റ്റ് ആണെന്ന് തോന്നിയിട്ടുണ്ടായിരുന്നു ഈ വലിയൊരു ഗ്യാപ്പ് എടുത്തു കഴിഞ്ഞപ്പോ? തീർച്ചയായിട്ടും അതൊരു കറക്റ്റ് ആണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷെ ഇപ്പൊ ഞാൻ ഒരുപാട് സൗഹൃദങ്ങൾ കാണാറുണ്ട്. ഇപ്പം ഞാൻ വർക്ക് ചെയ്യുമ്പോൾ എനിക്കറിയില്ല, ആ ഒരു സമയത്ത് it didn't happen to me. പിന്നീട് സൗഹൃദങ്ങളിൽ തന്നെ വിരിഞ്ഞ എസ്ട്ര എന്ന് പറഞ്ഞ സിനിമയിലെ പാട്ട് ദേ പിടിച്ചോളൂ ഓൺലി ഓൺ ക്ലബ് FM സ്റ്റാർ ജാം. ഹായ്, ഞാൻ ബാബു ആന്റണി.
സ്റ്റാർ ജാമിൽ കൂടെ ഞാനും ശാലിനി. നമ്മൾ ഇവിടെ ഇന്റർവ്യൂ തുടങ്ങിയത് ബാബുചേട്ടന്റെ ഹൈറ്റിനെ കുറിച്ച് പറഞ്ഞിട്ടാ. 6'3" ഹൈറ്റ് എന്നല്ലേ പറഞ്ഞത്? ഒരു കാര്യം ചോദിച്ചാൽ സത്യം അറിയോ? നോക്കാം. ഈ ഹൈറ്റ് ഉള്ളതിന്റെ എന്തെങ്കിലും രീതിയിലൊരു ദോഷം ഉണ്ടായിട്ടുണ്ടോ? തീർച്ചയായിട്ടും. നമ്മൾ ബസ്സിലൊക്കെ ട്രാവൽ ചെയ്തിരുന്നപ്പം ആ സമയത്ത് തല മുട്ടുമായിരുന്നു മുകളിൽ. പിന്നെ ഫ്ലൈറ്റ് ആണെങ്കിൽ എക്കണോമിക് ക്ലാസ്സിൽ ഇരിക്കാൻ ഒരു ബുദ്ധിമുട്ടുണ്ട്. ഈ കാല് പ്രത്യേകിച്ച് ലോങ് ജേർണിയിൽ അങ്ങനെയൊക്കെയുള്ള ബുദ്ധിമുട്ടുകളുണ്ട്. എപ്പോ തൊട്ട് ഇങ്ങനെ പൊക്കം വെക്കാൻ തുടങ്ങി? എനിക്ക് തോന്നുന്നൊരു 7th ഗ്രേഡ് തൊട്ട് പെട്ടെന്ന് പൊക്കം വെക്കാൻ തുടങ്ങി. അപ്പൊ എല്ലാ കാലത്തും ബാക്ക് ബെഞ്ചിലായിരിക്കുമല്ലോ? അതെ അതെ, ബാക്ക് ബെഞ്ച് പിന്നെ നമ്മുടെ സ്ഥിരം പരിപാടിയാണ്. ഇല്ലെങ്കിലും ഒക്കെ നമ്മൾ ബാക്ക് ബെഞ്ചറായിരുന്നു. ഇനി ഹൈറ്റ് ഉള്ളതിന്റെ നേട്ടം എന്താ തോന്നിയിട്ടുള്ളത്? നമുക്കെല്ലാം നന്നായിട്ട് കാണാം. ദൂരെ എല്ലാം നല്ല വൃത്തിയായിട്ട് കാണാം. ഫ്രണ്ടിലോട്ട് ഇടിച്ചു കയറി പോകേണ്ട ആവശ്യമില്ല. എവിടെ നിന്ന് ഫോട്ടോ എടുത്താലും നമ്മുടെ തല ഉണ്ടാവും. അത്ലറ്റിക്സ് ഓഫ് കോഴ്സ്, ഞാൻ വോളിബോൾ നല്ല അഡ്വാൻറ്റേജ് ആയിരുന്നു. ഈ സിനിമയിൽ ഈ ഹൈറ്റ് കൊണ്ട് എന്തെങ്കിലും ദോഷം ഉണ്ടായിട്ടുണ്ടോ? ചില ഹീറോസിന് ബുദ്ധിമുട്ടായിട്ട് വന്നിട്ടുണ്ട്. ആരെക്കാട്ടി പൊക്കമുള്ള അങ്ങനെ പല ചാൻസുകളും നമുക്ക് നഷ്ടമായിട്ടുണ്ട്. ഈഗോ. അതെ അതെ അതെ. എന്താ പറയാ, ഇത്ര പൊക്കമുള്ള വില്ലൻ ഉണ്ടാകും. അവൻ ഷൈൻ ചെയ്തു എന്ന് പറയുന്ന ഒരു പേടി വെച്ചു. പേടിയൊന്നുമില്ല, എന്റെ ആവശ്യമില്ല. ശരിക്കും എവരിബഡി ഈസ് ഡൂയിങ് ദെയർ വർക്ക്. ഇത്ര നാളത്തെ കരിയറിൽ ബാബുചേട്ടൻ സാറ്റിസ്ഫൈഡ് ആണെന്ന് പറഞ്ഞില്ലേ? ഇതിനിടയ്ക്ക് എപ്പോഴോ പറഞ്ഞിരുന്നില്ലേ 2012 മറ്റോ സിനിമ ഡയറക്ട് ചെയ്യും എന്നൊക്കെ പറഞ്ഞിരുന്നില്ലേ? ഒരു ഭീഷണിയല്ലേ? എന്ത് പിന്നെ ചെയ്തില്ല? ഞാനിങ്ങനെ ഒരു കഥയൊക്കെ മനസ്സിൽ കൊണ്ട് നടന്ന് പല ഡയറക്ടേഴ്സിന്റെ ചെന്നപ്പോൾ അവരൊക്കെ നമ്മളെ റെഫ്യൂസ് ചെയ്തു. പിന്നെ സ്വന്തമായിട്ട് ചെയ്യാം എന്നുള്ള ഒരു തീരുമാനം എടുത്തു. ഏതൊക്കെയാലും ഒരു സിനിമ, അങ്ങനെ ഒരു സിനിമ മനസ്സിലുണ്ട്. പിയാനോ എന്നാണ് പേരിട്ടിരിക്കുന്നത്. ബ്രിട്ടീഷ് ആക്ട്രസ് ആയിരിക്കും എന്നൊക്കെ പറഞ്ഞു. അതെ, ഒരു ബ്രിട്ടീഷ് മ്യൂസീഷ്യനും ഒരു ഇന്ത്യൻ പോയറ്റും തമ്മിലുള്ള ഒരു ലവ് സ്റ്റോറിയാണ് എന്റെ ബേസ്. വി ആർ വർക്കിംഗ് ഓൺ ഇറ്റ്. എനിക്ക് സമയത്ത് വേറെ ആളെ കൊണ്ട് ചെയ്യും. നമ്മുടെ പണി ഡയറക്ഷൻ അല്ലല്ലോ. അപ്പൊ ഒരു ആക്ടർ എന്നുള്ള നിലയ്ക്ക് മാത്രമല്ല, ഡയറക്ടർ എന്നുള്ള നിലയ്ക്കും കൂടി ഇനി പേര് കേൾക്കാൻ സാധ്യതയുണ്ട്. ഒരു ഇന്റർവ്യൂ കൂടി എനിക്ക് നടത്തേണ്ടി വരും. തീർച്ചയായിട്ടും നടത്താം. ഇതിനിടയ്ക്ക് സിംഹള ഭാഷയിൽ അഭിനയിച്ചിട്ടില്ലേ? ഇംഗ്ലീഷിലൊക്കെ അഭിനയിച്ചിട്ടില്ലേ? എന്തേ പിന്നെ ആ ഭാഷയിലോട്ട് പിന്നെ പോയില്ല? സമയം വേണ്ട എല്ലാത്തിനും. ഞാനൊരാളും ഉണ്ട്, ഇത്രയും ഭാഷയുണ്ട്. എവിടെ പോയി അഭിനയിക്കും? ഏത് ഭാഷയിൽ ചെയ്യുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആയിട്ട് തോന്നിയിട്ടുള്ളത്? മലയാളം തന്നെയാണോ? മലയാളം അല്ലെങ്കിൽ മലയാളമാണ് ഏറ്റവും കൂടുതൽ കംഫർട്ടബിൾ ആയിട്ട് തോന്നിയത്. കാരണം മലയാളം നമുക്ക് അറിയാവുന്ന, നന്നായിട്ട് അറിയാവുന്ന ഭാഷ. തെലുങ്ക് ഇച്ചിരി ബുദ്ധിമുട്ടുണ്ട്, കന്നഡയും ബുദ്ധിമുട്ടുണ്ട്. ഏറ്റവും കംഫർട്ടബിൾ മലയാളം, സെക്കൻഡ് ഹിന്ദി, തേർഡ് തമിഴ്, ഇംഗ്ലീഷ് ഈസ് ഓക്കെ. എനിക്ക് മറാഠി അറിയാം. ഓ യെസ്. കായ ജാല കഷക്കായ ബറായെ, എന്ത് സംഭവിച്ചു, ഹൗ ആർ യു, അതാണ് എന്റെ അർത്ഥം. അതൊക്കെ അതിന്റെ അർത്ഥം. മര്യാദക്ക് എന്തുണ്ട് ഭാഷ വിശേഷം എന്ന് ചോദിച്ചാൽ പോരെ അല്ലേ? കാരണം പൂനെയിലൊക്കെ മറാഠി സുലഭമായിട്ടുള്ള സ്ഥലമായിരുന്നു. പൂനെ, നാസിക്കൊക്കെ നന്നായിട്ട് മനസ്സിലാവും. അത്യാവശ്യം സംസാരിക്കും. ഗുജറാത്തി മനസ്സിലാവും. മലയാളത്തിൽ ആക്ഷൻ കിങ് എന്ന് പറഞ്ഞിട്ടാണ് ഞാൻ ഷോ തുടങ്ങിയത്. ഇനി മലയാളത്തിലെ പവർ സ്റ്റാർ എന്ന് കൂടി വിളിക്കേണ്ട ഒരു സമയമായിട്ടുണ്ടല്ലോ. അത് ഒമർ ലുലുവിന്റെ കയ്യിലാണ് അത് ഇരിക്കുന്നത്. ഒമർ ലുലു പുതിയൊരു പടം ബാബുചേട്ടനെ വെച്ച് അനൗൺസ് ചെയ്തിട്ടുണ്ട്, പവർ സ്റ്റാർ. അതെ അതെ. എന്താണ് പവർ സ്റ്റാറിന്റെ വിശേഷങ്ങൾ? അത് നല്ലൊരു സ്റ്റോറി ആയിട്ടുണ്ട്. എനിക്കൊന്ന് ഒമർ എന്തോ ഇതിനിടയ്ക്ക് സണ്ണി ലിയോനെ വെച്ച് എന്തോ ഒരു പടം പുള്ളി പറഞ്ഞു, എന്തോ ഒരു അഡ്വാൻസ് വാങ്ങിച്ചിട്ടുണ്ട്, ഒരു നല്ലൊരു എമൗണ്ട്. അത് ചെയ്യണമെന്ന് പ്രൊഡ്യൂസർ പറയുന്നുണ്ടെന്ന് പറഞ്ഞു. അപ്പൊ ഒന്നും തീരുമാനമായിട്ടില്ല, അതാണോ ഇതാണോ അടുത്ത സിനിമ എന്ന്. എന്തായാലും അടുത്തായിട്ട് ബാബു ആന്റണി എന്ന് പറഞ്ഞ നടനെ നമ്മൾ കാണാൻ പോകുന്നത് മിഖായേലിലെ നിവിൻ പോളിയുടെ അച്ഛനായിട്ടാണ്. അതെ അതെ. വണ്ടർഫുൾ ഗസ്റ്റ് അപ്പിയറൻസ്. ഷുഡ് ബി എ ഗുഡ് ഫിലിം. അങ്ങനെ തന്നെ ആവട്ടെ ബാബുചേട്ടൻ. ഇങ്ങനെ ഇടയ്ക്കിടയ്ക്ക് വലിയ വലിയ ഗ്യാപ്പ് ഒന്നും എടുക്കരുത് കേട്ടോ. ഇടയ്ക്കിടയ്ക്ക് വരൂ. ഗ്യാപ്പ് ഒന്നും ഇല്ല. അതൊരു ഗ്യാപ്പ് എന്ന് പറയുന്നത് ഒരു പാർട്ട് ഓഫ് ദി ഗെയിം, പാർട്ട് ഓഫ് ദ കരിയർ. നമ്മൾ ഇടയ്ക്കൊരു ഗ്യാപ്പ് കൊടുത്തില്ല ആൾക്കാർ ബോറടിക്കില്ലേ നമ്മളെ കണ്ട്? അതൊരു പോയിന്റ് ആണല്ലോ അല്ലെ? നമ്മൾ ഓവർ എക്സ്പോസ്ഡ് ആവില്ലേ? ബാബുചേട്ടാ, താങ്ക് യു വെരി മച്ച് ഇത്ര നേരം സംസാരിച്ചാലും. ഓക്കെ, താങ്ക് യു ശാലിനി. താങ്ക് യു സോ മച്ച്. യു ബീൻ വണ്ടർഫുൾ ആൻഡ് യു ബീൻ വെരി വെരി ലൈവ്. You entertained me actually. Thank you very much. And thank you Club FM. 10 കണക്കിന് fun. So that was Mr. Babu Antony with me on Club FM Star Jam. ഇനി ഈ ഒരു ഇന്റർവ്യൂവിനെ കുറിച്ചുള്ള അഭിപ്രായം, I've got a Facebook page RJ Shalini എന്ന് പറഞ്ഞിട്ട്, SALINI is the spelling. പിന്നെ ഒരു ഇൻസ്റ്റഗ്രാം അക്കൗണ്ടും ഉണ്ട്, RJ Shalini എന്ന് പറഞ്ഞിട്ട്. അതിൽ കമന്റ് ചെയ്യാം, റിപ്ലൈ കിട്ടും. സോ അടുത്ത ആഴ്ച അടുത്ത ഗസ്റ്റുമായിട്ട് വീണ്ടും കേട്ടുമുട്ടാം. This is Shalini signing off from Club FM Star Jam. ഇവിടെ മാത്രം ടൺ 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 കണക്കിന് fun.